അപ്പം ഗുഡ് ഈവനിങ് എവ്രി വൺ അഗൈൻ. അപ്പം ഒന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലെ ഏറ്റവും ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചതിൽ തന്നെ ഞാൻ ഫോളോയോട് ആദ്യം എന്റെ നന്ദി അറിയിക്കുന്നു. ഐ ഡി നോ ഇറ്റ് വാസ് ദ ഫസ്റ്റ് പ്രോഗ്രാം. അപ്പം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഐ ബീൻ ഫോളോ ഫോർ എ വെരി ലോങ് ടൈം. ഫൗണ്ടർ ജെറി എന്റെ ഒരു ഫ്രണ്ടുമാണ്. അപ്പം ഐ മീൻ എന്ത് തന്നെയാണെങ്കിലും അത് നമ്മുടെ ഇൻഡസ്ട്രീനെ വളരെ പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമില്ല. അത് നിങ്ങളുടെ റൈറ്റ് ഫ്രം ഡേ വൺ ഞാൻ കൺവിൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് എന്ത് രീതിയിൽ കോളോവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു. സോ ടീനു റീച്ച് ഔട്ട് ചെയ്തപ്പോഴും എനിക്കതൊരു ഹെസിറ്റേഷൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോ നമ്മുടെ ഈ ഒരു വീട് നിർമ്മാണ മേഖല എന്ന് പറയുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം, ഇതൊരു എക്സ്ട്രീംലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അതിന് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് എന്ന് മാത്രമേ നമ്മുടെ ഇന്റീരിയേഴ്സിനെ കുറിച്ച് പറയാനുള്ളൂ. അതായത് ഒരു അൺഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അതായത് ഇപ്പോ ഒരു കമ്പനിക്ക് ഒരു ഇന്റീരിയർകാരനാണ് എന്ന് സ്വയം പറയുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു നിയമവ്യവസ്ഥയും നമ്മുടെ നാട്ടിലില്ല. അതായത് ഇപ്പം എനിക്കൊരിക്കലും നാളെ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിന് ഹിപ്പോക്രറ്റ്സ് ഓത്തുണ്ട്, IMA മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ ഒത്തിരി അധികം മാനദണ്ഡങ്ങൾ കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മളൊരു ക്ലിനിക്ക് ഇട്ടാൽ തന്നെയും പിടിക്കപ്പെട്ടാൽ നമ്മൾ അകത്ത് പോകും. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. പക്ഷെ നിർമ്മാണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നാളെ ടീനുവിനൊരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ടീനുവിന്റെ ബാക്ക്ഗ്രൗണ്ട് അതാണോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് കേട്ട് ഇൻസ്പയർഡ് ആയി നാളെ ടീനു ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് നിയമപരമായി ഒരു രീതിയിലുള്ള തടസ്സങ്ങളും ഇല്ല. കാരണം ഒരു മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ആർക്കും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഡേഞ്ചറാണ്. കാരണം കസ്റ്റമർ ഒന്ന് അഡ്വർടൈസ് ചെയ്യുന്ന വലിയ വലിയ ബ്രാൻഡുകളിലേക്ക് പോകുകയാണെങ്കിൽ ആ ബ്രാൻഡുകൾ പറയുന്ന ഒരു പ്രൈസിങ്ങിലേക്ക് കസ്റ്റമർ ഉയരാൻ റെഡി ആവണം. അതല്ലെങ്കിൽ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന ഒരാളെ വെറ്റ് ചെയ്യാൻ വേറെ ഒരു രീതിയിലും സാധിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളെ നാളെ വഴിയിൽ വെച്ച് പരിചയപ്പെടുകയാണ്, നിങ്ങൾക്ക് എന്റെ ഇൻഫ്ലുവൻസർ ടാഗ് ഒന്നും അറിയുന്നില്ലെങ്കിൽ എനിക്ക് നാളെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാനൊരു വലിയ ഇന്ത്യക്കാരനാണ്, എനിക്ക് ഇത് വളരെ നിസ്സാരമായി ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത കുറച്ച് വർക്കിന്റെ ഫോട്ടോസ് കാണിക്കോ എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആ ഫോട്ടോസ് എന്റെ കയ്യിൽ വേറെ ആരെങ്കിലും ചെയ്ത വർക്കിന്റെ ആണെങ്കിൽ പോലും ഞാൻ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. അത് വെരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്ത ക്ലയൻസിന്റെ നമ്പർ തരുമെന്ന് പറയാം. ഓക്കെ, പക്ഷെ ചില വീരന്മാരുണ്ട് ഈ നമ്പർ തന്നെ അവരുടെ സുഹൃത്തുക്കളുടെ കൊടുത്തിട്ട് വിളിപ്പിച്ച് പോസിറ്റീവ് റെസ്പോൺസ് പറയുന്ന സിറ്റുവേഷൻസും ഇവിടെ ആക്ച്വലി കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇതിന് ശരിക്കും നമ്മൾ മനസ്സിലാക്കാം, വീട് പണി എന്ന് പറയുന്ന ഒരു സംഭവം എക്സ്ട്രീംലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ഇന്റീരിയേഴ്സിൽ കുറച്ചും കൂടെ ഭേദമുണ്ട്. കാരണം അതിൽ ഇച്ചിരൂടെ അഡ്വർടൈസിങ്ങും അല്ലെങ്കിൽ ബ്രാൻഡ് അവയർനെസ്സും അല്ലെങ്കിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഓപ്ഷൻസും ഒക്കെ വന്നതുകൊണ്ട് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഓപ്ഷൻസ് വരുമ്പോൾ ഫർദർ ഒരു പ്രോബ്ലം ഉണ്ട്, ആൾക്കാർ ഫർദർ കൺഫ്യൂസ്ഡ് ആവുന്നു എന്നുള്ളൊരു റിയാലിറ്റിയാണ് പിന്നീടുള്ളത്. അപ്പൊ അതുപോലെയുള്ളൊരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് കോളോയെ പോലെയുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. കാരണം കുറച്ചുകൂടെ ഒരു ട്രാൻസ്പെറൻസി ഈ ഒരു എൻറ്റയർ സാധനത്തിൽ വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു എൻഡ് റിസൾട്ട്. എനിവേ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷന്റെ ഒബ്ജക്റ്റീവ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഹോം ഇന്റീരിയേഴ്സിന്റെ വളരെ ബേസിക് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പോയിന്റ്സും എല്ലാവരുടെയും മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എന്റെ കുറെ വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ക്ലയൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരെയും പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന വളരെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം ഇതിൽ തിരിച്ചിട്ടുള്ളൂ. എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പോയിന്റ്സും അതോടൊപ്പം തന്നെ എല്ലാവരുടെയും മനസ്സിൽ സാധാരണ രീതിയിൽ വരാറുള്ള കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ്. അതിനുശേഷം ഞാൻ തിരിച്ച് ഹോസ്റ്റിലേക്ക് അത് കൊടുക്കുകയും ഫർദർ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടേക്കപ്പ് ചെയ്യുകയും ചെയ്യാം. ടീനു, എനിക്കൊരു ചെറിയ ഫേവർ ചെയ്യണം. ഒരു 30 minutes ആവുമ്പോൾ എന്നെ ഒന്ന് സമയം അറിയിക്കണം. കാരണം ടീനു എന്നോട് പറഞ്ഞത് 45 minutes എന്നാണ്. അല്ലെ, എന്റെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആണല്ലോ അല്ലെ? ഓക്കെ, അതില് എഡിറ്റ് ചെയ്യണോ
45 മിനിറ്റ്സ് എന്നുള്ളത് കുറയ്ക്കണം? ഇല്ല സർ, സാറിന്റെ കൺവീനിയൻസ് ആൻഡ് കംഫർട്ട് ആണ്. സോ നമ്മൾ ആ സെഷൻ 30-40 മിനിറ്റിലാണെങ്കിൽ 40 മിനിറ്റ്, നമ്മൾ 40-45 മിനിറ്റ് സെഷനും 15 മിനിറ്റ് ക്വസ്റ്റൻ ആൻസറും ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡൺ, നോ പ്രോബ്ലം. അപ്പൊ ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ നിന്ന് 40 മിനിറ്റ് അസ്യൂം ചെയ്യാം അല്ലെ? ഡൺ. താങ്ക് യു അഞ്ജന. ഓൾറൈറ്റ്. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇതില് ഏറ്റവും ആദ്യം നമുക്ക് നോക്കേണ്ട കുറച്ച് ഒന്ന് രണ്ട് മേജർ പോയിന്റ്സ് ആദ്യം ഞാനൊന്ന് കുറച്ച് ശ്രദ്ധ ചെലുത്താൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരു വ്യക്തി, ഇപ്പൊ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണെങ്കിലും എങ്ങനെയാണ് ഇന്റീരിയർ വർക്ക് നടത്തിയെടുക്കുന്നത് എന്നുള്ളതാണ്. ആരാണ് ഡിസൈൻ ചെയ്യുന്നത്, ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇതിന്റെ നോർമൽ അപ്രോച്ച് എന്താണ് എന്നുള്ളതാണ്. നോർമൽ അപ്രോച്ച് എന്ന് പറയുന്നത് കൊണ്ട് കറക്റ്റ് അപ്രോച്ച് ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നോർമൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും ഫോളോ ചെയ്യുന്ന അപ്രോച്ച് എന്തോ അതാണ് നോർമൽ അപ്രോച്ച്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിള് തമാശക്ക് പറയുന്നതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടില് ആഹാരം എന്ന് നമ്മൾ കഴിക്കുന്നത് ചോറാണ്, ചോറും കറിയുമാണ്. പക്ഷെ ചോറും കറിയാണോ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളത് ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പോയിന്റ് ആണ്. ബട്ട് നോർമൽ മീൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളും പ്രോട്ടീൻസ് ഒന്നും വൈറ്റമിൻസ് ഒന്നും പറയില്ല. എല്ലാരും പറയുന്നത് ചോറും കറിയുന്നത് തന്നെയായിരിക്കും. ബേസിക് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അപ്രോച്ച് ടു ഇന്റീരിയർ വർക്ക്സ് ആൾക്കാർ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതായത് 100 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 90 പേരും ഫോളോ ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്റീരിയർ കോൺട്രാക്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളുടെ അടുത്തോട്ട് അഡ്വർടൈസിങ് മുഖേനയോ അല്ലാതെ കേട്ടറിവുള്ളതിന്റെ പുറത്തോ, ടീനു പറഞ്ഞതുപോലെ ഫ്രണ്ട്സിന്റെയോ അങ്ങനെ ആരുടെയെങ്കിലും റെഫറൻസ് വഴി വരുത്തുന്നു. അവരൊരു കോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ അവരൊരു വളരെ ഇനീഷ്യൽ ലെവൽ ഒരു ഡിസൈൻ പ്രസന്റ് ചെയ്യുന്നു, അതിന്റെ പുറത്തൊരു കോട്ട് വെക്കുന്നു, മോർ ഓർ ലെസ് കണ്ണടച്ച് ആ കോട്ടിൽ വിശ്വസിക്കുന്നു, എന്നിട്ട് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു അപ്രോച്ച്. അതിൽ ഏറ്റവും എന്താ പറയാ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇതില് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഉള്ള സെല്ലിംഗ് പോയിന്റ് എന്നുള്ളത്? അവര് ചെയ്ത വർക്കുകളാണോ, അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണോ, എന്താണെന്നുള്ളതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ആ റെഫർ ചെയ്യുന്ന ആളുടെ സ്ട്രെങ്ത് എന്നുള്ളതാണ്. അതായത് എന്റെ ഒരു സുഹൃത്ത് എന്നെ റെഫർ ചെയ്യുമ്പോൾ അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്ത് പറയുകയാണ്, അടിപൊളി മനുഷ്യനാണ്, എല്ലാം സത്യസന്ധമായി ചെയ്തു, എല്ലാം അടിപൊളിയായിട്ട് ബഡ്ജറ്റ് ചെയ്ത് തീർത്തു എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് കൺവേർഷനിലേക്ക് ഏറ്റവും കൂടുതൽ നയിക്കുന്ന ഒരു സംഭവം. നിങ്ങൾ തന്നെയാണെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അധികം പേരും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാണ്. നിങ്ങൾ തന്നെയാണെങ്കിലും ഒന്ന് സ്വയം അവലോകനം ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു കോൺട്രാക്ടറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. ആ സംസാരിച്ചത് നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ടായിരിക്കില്ല. ഗൂഗിൾ ചെയ്തവരുണ്ടാകാം, ഇല്ലാന്നല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ വീടോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോടോ നിങ്ങൾ സംസാരിച്ചതിന് ശേഷം ഒരാളുടെ റെഫറൻസ് കിട്ടി അയാളോട് നിങ്ങൾ എൻഗേജ് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ഫാക്റ്റ് ആണ് അടുത്ത രസകരമായ ഒരു സംഭവം. നിങ്ങൾ ഇന്റീരിയർ വർക്ക്സ് ഇൻ കൊച്ചിൻ എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗൂഗിളിലും ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും പൈസ സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ സെർച്ച് റിസൾട്ട്സിൽ വരിക. അത് അഡ്വർടൈസ്മെന്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ സെർച്ച് ചെയ്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 10-300 ചോയ്സസ് എങ്കിലും കിട്ടും. ഇന്റീരിയർ വർക്ക്സ് ഇൻ കൊച്ചിൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ 300 ഓപ്ഷൻസിൽ കുറയാത്ത ഒരു ഓപ്ഷൻ 100% കിട്ടും. അപ്പോൾ ഒരു കസ്റ്റമർ എന്ന നിലയിൽ എന്തായിരിക്കും നിങ്ങളുടെ അപ്രോച്ച്? നോർമൽ അപ്രോച്ച് തന്നെ. അതിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ വെബ്സൈറ്റ് കണ്ടു, ഇംപ്രസ്ഡ് ആയി, അവരെ നിങ്ങൾ വിളിച്ചു, അവര് വന്നു, അതിനുശേഷം അവര് ഒരു പ്രപ്പോസൽ വെക്കുന്നു. നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയതിന് ശേഷം ഒരു ടെൻഡറ്റീവ് ആയിട്ടുള്ള ഒരു കോസ്റ്റും അതിലുണ്ടാകുന്നു. ചേഞ്ചസ് എല്ലാം എക്സ്ട്രാ ആണെന്ന് അവർ എഴുതി വെച്ചിരിക്കുന്നു. അവർക്ക് നിങ്ങൾ എത്രയോ ഒരു എമൗണ്ട് അഡ്വാൻസ് കൊടുക്കുന്നു. പിന്നെ ആ യാത്ര അവിടെ വെച്ച് തുടങ്ങുന്നു. ഇങ്ങനെയാണ് അതിന്റെ ഒരു ജനറലി ഇവിടെ നടക്കുന്ന 90% വർക്കുകളും നടക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോർമൽ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നടക്കുന്നത്. ഓക്കെ, ഇതിൽ ബാക്കി 10% ആൾക്കാരുണ്ടല്ലോ, 90% അല്ലാണ്ട് ബാക്കി വരുന്ന ഒരു 10%.
ഇവര് എങ്ങനെയാണ് വർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാൻ സാധിക്കും. അത് ഒരു ഡിസൈനറുടെ സഹായത്തോടു കൂടിയാണ്. അതായത് ആ വീട് ഡിസൈൻ ചെയ്ത വ്യക്തി ആരാണോ ആ വ്യക്തി ഇയാൾ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു 2-3 റെഫറൻസ് കൊടുക്കുക. അതല്ലെങ്കിൽ ആ വീട് ഡിസൈൻ ചെയ്ത വ്യക്തി തന്നെ പറയുകയാണ് ഞാൻ ആ വർക്ക് എടുത്ത് തീർത്തു തരാം. ഓക്കെ. അതുമല്ലെങ്കിൽ അവര് വരച്ച ഡിസൈനിന്റെ ബേസിസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന കാർപ്പന്റേഴ്സിനെ ഡയറക്റ്റ്ലി ക്ലയന്റ് മൊബിലൈസ് ചെയ്യുക. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്കതിന് മനസ്സിലാക്കാവുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ ഹൈ ലെവലിൽ പറയുവാണെങ്കിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു സീസൺഡ് അല്ല ഒരു കോൺട്രാക്ടറിനെ ഏൽപ്പിക്കുക. അതല്ലെങ്കിൽ പണിക്കാരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുക. ഓക്കെ. 90% കേസുകളിലും ഒരു കോൺട്രാക്ടറിനെ ഏൽപ്പിക്കുന്നതാണ് കൂടുതലും നടക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതല്ല ഡയറക്റ്റ്ലി പണിക്കാരെ വെച്ച് ചെയ്യുന്നതല്ലേ കൂടുതലെന്ന്. പക്ഷെ അല്ല. ഓക്കെ. അപ്പൊ ഇതിൽ എന്താണ് വ്യത്യാസം? നിങ്ങളിപ്പോ നിങ്ങളെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ചെയ്യിച്ചപ്പോ ഏതോ ഒരു ആശാരിനെ വെച്ച് ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളല്ലേ സാധനങ്ങൾ മേടിച്ചു കൊടുത്തത്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാറ്റഗറി 1-ലല്ലേ പെടുന്നത്, അല്ലെങ്കിൽ കാറ്റഗറി 2-ലല്ലേ പെടുന്നത്, പണിക്കാരെ വെച്ചല്ലേ ജയിച്ചതെന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങളൊരു കോൺട്രാക്ടറിന് ചിലപ്പോൾ ഒരു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ അയാൾ പറഞ്ഞ സാധനങ്ങളാണ് നിങ്ങൾ മേടിച്ചിരിക്കുന്നത്. ഓക്കെ. ഞാനിപ്പോ എന്റെ വീട് ചെയ്തപ്പോ ഒരു കാർപ്പന്റർ ഒരു വ്യക്തി ജോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. ജോസിനെ ഏൽപ്പിച്ചപ്പോ ജോസിനോട് ഞാൻ പറയാണ്, ജോസെ എനിക്ക് ഇവിടെ വാർഡ്രോബ് വരണം, ഇവിടെ കിച്ചൺ വരണം, ഇതിന് ഇന്ന വലിപ്പം ഉണ്ടാവണം, ഡോർ ഇങ്ങനെ തുറക്കണം എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാറ്റഗറി 2-ൽ വരുന്നില്ല. ഓക്കെ. കോൺട്രാക്ടർ എന്ന് പറയുന്ന കാറ്റഗറി 1-ൽ തന്നെ വരുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസാണ് മെറ്റീരിയൽ തീരുമാനിച്ചിരിക്കുന്നത്, ജോസാണ് കട ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്, ജോസാണ് ഏത് സാധനങ്ങൾ വേണമെന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറച്ച് സെലക്ഷൻ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. പേയ്മെന്റ് നിങ്ങൾ കൊടുത്തത് ഡയറക്ട്ലി കമ്പനിക്കോ ഡയറക്ട്ലി സപ്ലയർക്കോ ആയിരിക്കാം. അത് പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർ ഇല്ല എന്നല്ല എന്റെ അർത്ഥം. ഓക്കെ. കോൺട്രാക്ടർ ഇല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ, അതായത് ഞാൻ പറഞ്ഞ 10% സിറ്റുവേഷൻ വരുന്നത് ഒരൊറ്റ കേസിലേ ഉള്ളൂ. അതായത് കോൺട്രാക്ടറേ വേണ്ട, ഡയറക്ട്ലി ലേബറിനെ വെച്ച് നിങ്ങൾ ചെയ്യിച്ചോളാം, നിങ്ങൾ തന്നെ സാധനങ്ങൾ കംപ്ലീറ്റ്ലി മേടിച്ചോളാം, അതിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു ആളും ഉണ്ടായിരിക്കണം. അല്ലാതെ ഗൈഡ് ചെയ്യുന്നത് കോൺട്രാക്ടർ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് കാറ്റഗറി തന്നെയാണ് പെടുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് നോർമലായിട്ട് വരുന്ന സംഭവം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ ഒരു വീടിന്റെ ഇന്റീരിയറിന് എന്തായിരിക്കും ബഡ്ജറ്റ് എന്നുള്ളതായ ഒരു ചിന്തയുണ്ടാവും. ഓക്കെ. ഒരു സ്ക്വയർ ഫീറ്റ് കണക്കിന് പറയാവുന്ന സാധനമാണോ ഇന്റീരിയർ ബഡ്ജറ്റ്? നിങ്ങൾ പലരും വീട് വെച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. വീട് വെച്ചുകൊണ്ടിരിക്കുന്ന പലരോടും സ്ട്രക്ചർ തീരുന്നത് വരെയുള്ള ഒരു കോസ്റ്റ് ഇന്നത്തെ ഒരു കണക്കിനാണെങ്കിൽ 1500, 1600 എന്ന് പലരും പറഞ്ഞിട്ടുണ്ടാവും. ഇന്റീരിയറിന് എന്ത് കോസ്റ്റ് വരുമെന്ന് നിങ്ങൾ 5 പേരോട് ചോദിച്ചാൽ 10 ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇന്ന് രസകരമായിട്ടുള്ള ഒരു സംഭവം. കാരണം ഇന്റീരിയറിന്റെ കോസ്റ്റ് നമുക്ക് ഒരു ആബ്സല്യൂട്ട് നമ്പർ ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഓക്കെ. ഞാൻ ഒരു എക്സാമ്പിൾ ഈ വീടിന് തന്നെ ബേസിസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് ആകെ ഈ വാർക്കുന്ന വരെയുള്ള വർക്കിനെ നിങ്ങൾ എടുത്തു നോക്കുക. വാർക്കുന്നത് വരെ. അപ്പോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു കല്ല് കെട്ടി ഫൗണ്ടേഷൻ ചെയ്യാം, 2 നില വാർക്കുക, വാർക്ക കഴിഞ്ഞ് തേപ്പ്. ഇത്രയും വർക്കിനാണ് നിങ്ങൾ ഒരു കോൺട്രാക്ടറിനെ നിങ്ങൾ വിളിക്കുന്നതെന്ന് ഇരിക്കട്ടെ. നിങ്ങൾ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞ് 5 പേരെ നിങ്ങൾ വിളിച്ചാൽ ആ 5 പേരും പറയുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 100 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. അതിന്റെ അപ്പുറത്തോട്ട് അങ്ങനെ ഒരു മാറ്റം വരില്ല. കാരണം അവർ യൂസ് ചെയ്യുന്ന സിമെന്റ്, സ്റ്റീല്, കല്ല്, മണ്ണ്, വെള്ളം മുതലായ എല്ലാ ഈവൻ കട്ട ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ റേറ്റ് മാർക്കറ്റിൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ. സിമെന്റിന്റെയോ വെല്ലിന്റെയോ ബ്രാൻഡ് മാറുന്നത് വഴി കുറച്ച് മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ ആ മാറ്റങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. ഓക്കെ. ബേസിക്കലി ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു വീടിന്റെ ബേസ് ബിൽഡ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറയുന്ന സംഭവം വേരിയേഷൻ എമംഗ് ദ കോൺട്രാക്ടേഴ്സ് ഇസ് വെരി മിനിമൽ. ഓക്കെ. മറിച്ച് ഇന്റീരിയേഴ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ 5 പേരെ വിളിച്ചാൽ
നിങ്ങളുടെ വേരിയേഷൻ സ്ക്വയർ ഫീറ്റ് കണക്കിൽ നോക്കിയാൽ 3 ഡിജിറ്റ് പെർസെന്റേജിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒരാൾ കോട്ട് ചെയ്യുന്നതിന്റെ ഇരട്ടി വേറൊരാൾ കോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഫോർ ദ സെയിം സ്പേസ്. ഓക്കെ, ഇനി അതിന് ഏറ്റവും രസകരമായി നിങ്ങളിപ്പോ ഒരു കിച്ചൺ എടുക്കുവാണ്. ഈ കിച്ചൺ ഒരാളെ കാണിച്ചിട്ട് നിങ്ങൾ പറയാണ് എനിക്ക് ഇതിന്റെ ഒരു റേറ്റ് നിങ്ങൾ ഏകദേശം ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ, ആ കിച്ചൺ തന്നെ 5 പേരുടെ അടുത്ത് ചോദിച്ചാൽ 5 പേരും പറയുന്ന റേറ്റ് ഭയങ്കര വ്യത്യാസമായിരിക്കും. കാരണം നേരത്തെ എക്സാമ്പിളില് സിമെന്റിന്റെയും സ്റ്റീലിന്റെയും ഒക്കെ വില വേരിയേഷൻ വളരെ കുറവാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്റീരിയറിലോട്ട് വരുമ്പോൾ ഇതിന്റെ വേരിയേഷൻ ഏത് മെറ്റീരിയൽ എടുക്കുന്നു എന്നുള്ളതിന്റെ ബേസിസിൽ സിഗ്നിഫിക്കന്റ് മാറ്റങ്ങൾ വരാം. ഓക്കെ, നമുക്ക് താഴെ സിമെന്റ് സ്റ്റീല് എന്ന് പറയുന്ന സാധനത്തിന് പകരം സിമെന്റിന് പകരം വേറൊരു ഐറ്റം ഇല്ല. സിമെന്റ് എന്ന് പറയുന്നതിന്റെ വേരിയസ് ബ്രാൻഡുകൾ തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസേ വരുള്ളൂ. പക്ഷെ സിമെന്റ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ്. ഓക്കെ, മറിച്ച് കിച്ചൺ എന്ന് പറയുന്ന എക്സാമ്പിളിലോട്ട് നമ്മൾ വരുമ്പോൾ, കിച്ചണില് നമ്മളിപ്പോ പറയാണ് ബോർഡ് എന്ന് പറയുന്നത് ഏത് ബ്രാൻഡ് വേണം എന്നുള്ളതല്ല നമ്മൾ ചോദിക്കുന്നത്, ഏത് ബോർഡാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് പ്ലൈവുഡ് ആകാം, MDF ആകാം, മെറൈൻ പ്ലൈവുഡ് ആകാം, HDF ആകാം, പാർട്ടിക്കിൾ ബോർഡ് ആകാം, ഫെറോ സിമെന്റ് ആകാം, മൾട്ടിവുഡ് ആകാം, WPC ആകാം. ഇതെല്ലാം തമ്മിൽ ഭയങ്കരമായ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഇനി ഇത് തന്നെ നമ്മളിപ്പോ മെറൈൻ പ്ലൈവുഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം തന്നെ എടുത്തുകൊണ്ടിരിക്കട്ടെ, അതില് ഒരു കോൺട്രാക്ടർ കോട്ട് ചെയ്യുന്ന പ്ലൈയുടെ സ്പെക്ക്, മെറൈൻ പ്ലൈവുഡിന്റെ സ്പെക്ക് വെരി ഹൈ സ്പെക്ക് ആകാം, ആ വേറൊരു കോൺട്രാക്ടർ കോട്ട് ചെയ്യുന്നത് വെരി ലോ സ്പെക്കും ആകാം. ഓക്കെ, രണ്ടിനെയും മെറൈൻ പ്ലൈവുഡ് എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കണക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിപ്പോ ഒരു കോൺട്രാക്ടറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഏതാണ് മെറൈൻ പ്ലൈവുഡ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ബ്രാൻഡിന്റെ പേര് പറയും. ഓക്കെ, പക്ഷെ ഈ ബ്രാൻഡിന്റെ ഇടയിൽ തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, സെഞ്ചുറി പ്ലൈവുഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ക്ലബ് ക്ലാസ് എന്ന് പറയുന്ന പ്ലൈവുഡ് എടുത്താൽ, മെറൈൻ പ്ലൈവുഡ് എടുത്താൽ സ്ക്വയർ ഫീറ്റിന് 130 രൂപ വില വരാം. ഓക്കെ, മറിച്ച് നിങ്ങൾക്ക് ആ പ്രീമിയം ക്ലാസ്, അതായത് ക്ലബ് ക്ലാസ് എന്ന് പറയുന്ന സാധനം വേണ്ട, സിൽവർ എന്ന് പറയുന്ന സാധനം മതി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മറൈൻ പ്ലൈവുഡ് എന്ന് പറയുന്ന സെഞ്ചുറി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സിൽവറിന് വരുന്ന വില 90 രൂപയാണ്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം ഇതിന്റെ വേരിയേഷൻ എന്ന് പറയുന്ന 50% അടുത്താണ്. ഓക്കെ, ഒരു പ്രൈമറി ബേസ് മെറ്റീരിയലിൽ മാത്രം സെയിം ബ്രാൻഡിന്റെ സെയിം ടൈപ്പ്, അതായത് മറൈൻ പ്ലൈവുഡ് എന്ന് പറയുന്ന അതേ ടൈപ്പ് സെഞ്ചുറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ വന്നു കഴിഞ്ഞപ്പോഴേക്കും 50% വേരിയേഷൻ ആയി. ഓക്കെ, അപ്പൊ പിന്നെ നമ്മള് മറൈൻ പ്ലൈവുഡിന് പകരം MDF എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വേരിയേഷൻ അതിലും കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെയാണ് ഇന്റീരിയേഴ്സിന്റെ ഏറ്റവും വലിയൊരു സംഭവം രസകരമായി ഒളിഞ്ഞു കിടക്കുന്നത്. അതായത് ഇന്റീരിയറിൽ ഒരു കോൺട്രാക്ടറിന് നിങ്ങളെ കബളിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, നിങ്ങളൊരു കിച്ചൺ കാണിച്ചിട്ട് നിങ്ങൾ പറയാണ് ആ കിച്ചൺ എന്ന് പറയുന്ന സാധനത്തിന് എന്റെ ബഡ്ജറ്റ് 1 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയുടെ സ്പെക്കും സെറ്റ് ചെയ്യാം. അതേ കിച്ചണ് നിങ്ങൾ പറയാണ് 10 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് ആ കിച്ചൺ സെറ്റ് ചെയ്യാം. 40 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ലക്ഷം രൂപയ്ക്കും ആ കിച്ചൺ സെറ്റ് ചെയ്യാം. ഞാൻ ഈ നമ്പർ പറയാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്ത ഒരു ഇന്റീരിയർ പ്രോജക്റ്റ് ഉണ്ട്, ഇന്റീരിയർ പ്രോജക്റ്റുകളുണ്ട്. ഒരേ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിൽ ഒരേ ടൈപ്പ് അപ്പാർട്ട്മെന്റുകൾ. ഓക്കെ, ഇപ്പം ഐഡന്റിറ്റി ടവർ എന്ന് പറയുന്ന കൊച്ചിയിലെ ഒരു പ്രമുഖ ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. അതിന് 2 ടൈപ്പേ ഉള്ളൂ, A ടൈപ്പും B ടൈപ്പും. ഇപ്പൊ B ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡയമെൻഷൻസും എല്ലാം 100% സെയിം ആണ്. ഇതേ ഫ്ലാറ്റിൽ ഞങ്ങള് 10 ലക്ഷം രൂപയ്ക്കും കിച്ചൺ സെറ്റ് ചെയ്തു, 1 ലക്ഷം രൂപയ്ക്കും കിച്ചൺ സെറ്റ് ചെയ്തു, 40 ലക്ഷം രൂപയ്ക്കും കിച്ചൺ സെറ്റ് ചെയ്തു. ഒരേ ഡയമെൻഷൻ, അവിടെയാണ് അതിന്റെ മെയിൻ പോയിന്റ്. അപ്പൊ എന്തിനാണ് വ്യത്യാസം വന്നത്? കണ്ടിന്യൂ ചെയ്തോട്ടെ, എനിക്ക് ആരോ മൈക്കിൽ കയറി, ബട്ട് കണ്ടിന്യൂ ചെയ്യുവാണ് തീരു പറഞ്ഞതിന്റെ ഒരു ബേസിസിൽ. അപ്പൊ ഇതില് ഇതേ കിച്ചൺ എങ്ങനെയാണ് ഇത്രയധികം വ്യത്യാസം വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ ട്രസ്റ്റ് മീ, അത്രയും വ്യത്യാസം അതിൽ വരുത്താം. അതില് 1 ലക്ഷം രൂപയ്ക്ക് എടുത്ത ലാഭം ആണോ 40 ലക്ഷം രൂപയ്ക്ക് എടുത്ത ലാഭം
39 ലക്ഷം രൂപ ലാഭം കൂട്ടിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഫാക്ട് അതല്ല. ഫാക്ട് എന്ന് പറയുന്നത് സ്പെക്ക് അതുപോലെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 1 ലക്ഷം രൂപയുടെ കിച്ചൺ വെച്ചപ്പോൾ ആ ക്ലയന്റിന് അത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട കാര്യമില്ല. ഓക്കെ, മറ്റത് മകൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു വളരെ വെൽത്തി ഫാദറാണ്. അപ്പോൾ എല്ലാ സ്പെക്കും അതുപോലെ കൂടി. അപ്പിയറൻസ് മാത്രമല്ല, അതിന്റെ എല്ലാ രീതിയിലുള്ള യൂട്ടിലിറ്റിയും ആ ആ ഒരൊറ്റ സംഭവത്തില് അത്രയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് ഞാൻ തിരിച്ചു വരുന്നത്. കിച്ചൺ ഇന്റീരിയേഴ്സിൽ മാത്രം ഇത്രയും വ്യത്യാസം വരുമെങ്കിൽ ഒരു വീടിന്റെ ഇന്റീരിയർ വരുമ്പോൾ എന്ത് മാത്രം വ്യത്യാസം വരാം എന്ന് നിങ്ങൾക്ക് ഊഹിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രൈമറിലി നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇന്റീരിയറിലോട്ട് വരുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഇവഞ്ച്വലി ബഡ്ജറ്റിലേക്ക് വന്ന് എത്തിച്ചേരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ പ്രൈമറിലി ഒരു കോൺട്രാക്ടർ, എന്നെ പോലെ ഒരു കോൺട്രാക്ടർ എടുത്തിട്ട് നിങ്ങൾ പറയാണ് എനിക്ക് ഈ കിച്ചൺ 10 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞാലും അത് ചെയ്യാൻ മാർഗങ്ങളുണ്ട്. എന്റെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല, 1 ലക്ഷം രൂപയ്ക്ക് കിച്ചൺ തീർത്തു തരണം എന്ന് പറഞ്ഞാലും അത് ചെയ്യാൻ മാർഗങ്ങളുണ്ട്. നിങ്ങൾ ഏത് കോൺട്രാക്ടറിന്റെ അടുത്തോട്ട് പോകുന്നു എന്നുള്ളതിനാണ് അവിടെ ഏറ്റവും കൂടുതൽ റെലവൻസ് ഇരിക്കുന്നത്. കാരണം ചില കോൺട്രാക്ടേഴ്സ് പറയും എനിക്ക് ചെറിയ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്ന് കേരളത്തിൽ പ്രശസ്തമായ പല ബ്രാൻഡുകളുണ്ട്. അവരുടെ മെറ്റീരിയൽ വെച്ച് മാത്രമേ ചെയ്യുള്ളൂ, സ്റ്റാൻഡേർഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, സെലക്ട് ചെയ്യാവുന്ന വളരെ കുറച്ച് കളർ പാലേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും അവർ ചെയ്യുമ്പോൾ വർക്ക് വളരെ നീറ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കിച്ചണിൽ ബെയർ മിനിമം ഇത്രയും കോസ്റ്റ് വരും എന്നുള്ളത് അവർക്ക് ആദ്യം തന്നെ പറയാൻ സാധിക്കും. കാരണം ഇന്ന് സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളും അതുപോലെ അപ്ഗ്രേഡഡ് ആണ്. അപ്പൊ ഒരു ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ബെയർ മിനിമം എന്ത് കോസ്റ്റ് ചെയ്യാം എന്ന് അവർക്ക് തന്നെ പറയാം. കാരണം അവരുടെ സ്പെസിഫിക്കേഷൻസ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഒരിക്കലും അവര് വന്നിട്ട് ക്ലബ് ക്ലാസ് പ്ലൈവുഡും യൂസ് ചെയ്യില്ല, സിൽവറും യൂസ് ചെയ്യില്ല. അവർ ഒരു ക്ലയന്റിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്പെക്ക് ആയിരിക്കും, ആ സ്പെക്ക് വെച്ചായിരിക്കും അവർ മുന്നോട്ട് പോകുക. അപ്പോ ഒരു ഹോം ഓണർ എന്ന നിലയിൽ വീടിന്റെ ഇന്റീരിയേഴ്സ് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഇന്റീരിയറിന്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നതും കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുന്നതിലും വലിയ റോൾ ഉണ്ട്. രണ്ടും ഇന്റർഡിപെൻഡന്റ് ആണ്. അതനുസരിച്ചായിരിക്കും ഇതിന്റെ ബഡ്ജറ്റ് വരിക. ഓക്കെ, നോ അടുത്ത കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പലരുടെയും മനസ്സിൽ കിടക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അത് ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്യാം, ഞാൻ പെട്ടെന്ന് അതിന്റെ ഉത്തരവും പറയാം. ആദ്യത്തെ ഒരു ചോദ്യം, വെൻ ഡു യു നീഡ് എ സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനർ എന്നുള്ളതാണ്. ഏത് സിറ്റുവേഷനിലാണ് ഒരു ഇന്റീരിയർ ഡിസൈനർ വേണ്ടി വരുന്നത്? കാരണം ഞാൻ പറഞ്ഞു, നോർമൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ടറെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർ വന്ന് അവര് തന്നെയായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതിൽ അവരുടെ ആ ഒരു വർക്ക് ചെയ്ത ഒരു ഡിസൈനറിന്റെ ഒപ്പമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളും കാര്യങ്ങളും പറയുക. പക്ഷേ ഇതല്ല യൂഷ്വലി ആ 10% കേസിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞു 90-10, അതിൽ 10% കേസിൽ സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനറിനെ ഹയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വീടിന് ആർക്കിടെക്ട് എന്ന പോലെ ഒരു ഇന്റീരിയർ വർക്കിന് ഒരു സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനർ. ആ ഇന്റീരിയർ ഡിസൈനറിന്റെ ഒപ്പമായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുക. ആ ഇന്റീരിയർ ഡിസൈനറിന്റെ ഫീസ് എന്ന് പറയുന്നത് വർക്കുമായിട്ട് ബന്ധം ഉണ്ടാവില്ല, പക്ഷെ ആ ഏരിയയുടെ ബേസിസിലോ മറ്റെന്തെങ്കിലും ബേസിസിലോ ആയിരിക്കും വരിക. ആള് വർക്ക് എടുക്കില്ല. ഓക്കെ, ഇന്റീരിയർ ഡിസൈനർ എന്ന് പറയുന്ന ആർക്കിടെക്റ്റിനെ പോലെയാണ്. ആ ഒരു ആർക്കിടെക്ട് നിങ്ങൾക്ക് വേണ്ടി വീട് ഡിസൈൻ ചെയ്തു തരുന്ന ആർക്കിടെക്ട് പല കേസിലും അവര് വേറൊരു കോൺട്രാക്ടറിനെ ആയിരിക്കും വീട് ഏൽപ്പിക്കുക. അവര് തന്നെ വീട് ഏറ്റെടുത്ത് പണിയാന്ന് പറയില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനേഴ്സ്. സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനേഴ്സ് വേറെ കോൺട്രാക്ടേഴ്സിനെ കൊണ്ടായിരിക്കും വർക്ക് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആ ത്രൂ ഔട്ട് ഡ്യൂറേഷൻ അവർ കൂടെ നിൽക്കുന്നുണ്ടാവും. നിങ്ങളുടെ സെലക്ഷൻസിന് നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത് ആ ഇന്റീരിയർ ഡിസൈനർ ആയിരിക്കും. അപ്പൊ ചോദ്യം ഇതാണ്, എപ്പോഴാണ് ഇന്റീരിയർ ഡിസൈനറിനെ വെക്കേണ്ടത്? ഓക്കെ, എല്ലാ കേസിലും ഇന്റീരിയർ ഡിസൈനർ വേണോ? ഓക്കെ, ഇന്റീരിയർ ഡിസൈനർ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ പറയാം, വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്റീരിയർ ഡിസൈനർ വേണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, വീടിന്റെ വലിപ്പവും എന്തുമാത്രം പോസിബിലിറ്റീസ് അതിന്റെ ഡിസൈനിൽ ചെയ്യാമെന്നും ഒരു ആശയക്കുഴപ്പം ഉള്ളപ്പോൾ മാത്രമേ നിങ്ങൾ ഇന്റീരിയർ ഡിസൈനറിനെ ഹയർ ചെയ്യേണ്ടതുള്ളൂ. കാരണം ഒരു ഇന്റീരിയർ ഡിസൈനർ വരുമ്പോൾ അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത്, എന്റെ അറിവിൽ ഞാൻ ഇന്ന് വരെ വർക്ക് ചെയ്തിരിക്കുന്ന പല ഇന്റീരിയർ ഡിസൈനേഴ്സിന്റെ പുറത്ത് സ്ക്വയർ ഫീറ്റിന് 50 രൂപ തൊട്ട് സ്ക്വയർ ഫീറ്റിന് 350 രൂപ വരെ മേടിക്കുന്ന എക്സ്ക്ലൂസീവ് ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്. ഇന്ന് കൊച്ചിയിൽ, ഞാൻ നിൽക്കുന്ന കൊച്ചിയിൽ തന്നെ 350 രൂപ പെർ സ്ക്വയർ ഫീറ്റ് മേടിക്കുന്ന ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനേഴ്സ് 350 രൂപ വരെ മേടിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, നിങ്ങളൊരു 3000 സ്ക്വയർ ഫീറ്റ് വീടാണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആകെ 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ളൂ. ഈ 2000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഡിസൈൻ ചെയ്യാൻ മാത്രം, ഡിസൈൻ മാത്രം, വർക്ക് ഒന്നും ഉണ്ടാവില്ല, ഡിസൈനിന് മാത്രം 7 ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്യുന്ന ക്ലയൻസ് ഇന്ന് കൊച്ചിയിലുണ്ട്. ഓക്കെ, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു കിച്ചൺ 40 ലക്ഷം രൂപയ്ക്ക് സെറ്റ് ചെയ്തു. ഓക്കെ, ആ എക്സാമ്പിളിൽ, ആ പ്രോജക്റ്റിൽ നമ്മുടെ ഒപ്പം ഒരു സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനർ ഉണ്ടായിരുന്നു. ആ ഇന്റീരിയർ ഡിസൈനറിന് നമ്മൾ സ്പെൻഡ് ചെയ്തത് 10 ലക്ഷം രൂപയാണ്. 3300 സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റ് ആണ്. സ്ക്വയർ ഫീറ്റിന് 310 രൂപ വെച്ച് 10 ലക്ഷം രൂപയാണ് ആ ഇന്റീരിയർ ഡിസൈനറിന് ആ ക്ലയന്റ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, ബഡ്ജറ്റ് ഉള്ളപ്പോഴാണോ ഇന്റീരിയർ ഡിസൈനറിനെ വെക്കുന്നത്, അല്ലെങ്കിൽ ഏരിയ അതുപോലെ കൂടുതൽ ഉള്ളപ്പോഴാണോ ഇന്റീരിയർ ഡിസൈനറിനെ വെക്കുന്നത്? 300 രൂപ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓക്കെ, ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്, ഇറ്റ് ഡിപ്പെൻസ് എന്നുള്ളതാണ്. ഓക്കെ, അതിന് കൃത്യമായ ഒരു ആൻസർ ഇന്ന കേസ് വരുമ്പോൾ മാത്രമേ ഇന്റീരിയർ ഡിസൈനറിനെ വെക്കാവുള്ളൂ എന്ന് ഞാൻ പറയില്ല. കാരണം പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഞാനിപ്പോ ഒരു വീട് വെക്കുകയാണെങ്കിൽ അതിന് ഇന്റീരിയർ ഡിസൈനർ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരവും നിർബന്ധമില്ല എന്നുള്ളതാണ്. ചിലപ്പോ വീട് ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട് തന്നെ നമുക്ക് ഇന്റീരിയർ തന്നുകൂടാന്നില്ല. അപ്പൊ ഞാൻ സ്വയം ഇപ്പൊ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് ഇന്റീരിയർ ഡിസൈനും തരുന്നത്. ഓക്കെ, അതിനുവേണ്ടി എനിക്ക് സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനർ ഇല്ല. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട് ഇന്റീരിയർ ഡിസൈൻ വേറെ പുറത്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം അവിടെ അത്രയും സ്പേസ് ഉള്ളപ്പോൾ ആ സ്പേസിന്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ പുറത്തൊരു ഡിസൈനറെ കൊണ്ട് ചെയ്യിക്കണം എന്ന് തോന്നി. ഇതിന് വേറൊരു കുറുക്ക് വഴിയുണ്ട് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയാൻ. നിങ്ങൾ ഒരു കോൺട്രാക്ടറിൽ നിന്ന് മാത്രമേ ഡിസൈൻ സ്വീകരിക്കുന്നുള്ളൂ എങ്കിൽ, ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടറിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ മേടിക്കണം എന്നാണോ വിചാരിക്കുന്നത്, അതിലേക്ക് നിങ്ങൾ ഫോഴ്സ്ഡ് ആവുകയാണ്. ഓക്കെ, മറിച്ച് നിങ്ങളൊപ്പം ടെക്നിക്കലി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 കോൺട്രാക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് കോട്ട് സ്വീകരിക്കുകയും അത് കമ്പയർ ചെയ്യുകയും ഏറ്റവും ബെസ്റ്റ് കോൺട്രാക്ടറെ നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മളൊരു ഇന്റീരിയർ ഡിസൈനറിനെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ട ഒരു കേസുള്ളൂ. അതല്ലെങ്കിൽ കോൺട്രാക്ടിങ് എന്ന് പറയുന്ന ആ ഒരു നമ്മൾ ഇന്റീരിയർ വർക്ക്സ് ചെയ്യുന്ന ഒരാളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇന്റീരിയർ ഡിസൈനറിനെ വെക്കാൻ ഉള്ള കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കും മോസ്റ്റ്ലി. ഓക്കെ, ഇനി ഇന്റീരിയർ ഡിസൈനർ ആഡ് ചെയ്യുന്ന വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഒന്ന് അവലോകനം ചെയ്യേണ്ടത്. അതിനും കൂടെ ഞാൻ ഈ ഒരു അവസരം യൂസ് ചെയ്യുന്നു. സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനേഴ്സ്, നേരത്തെ പറഞ്ഞ 300 രൂപ പെർ സ്ക്വയർ ഫീറ്റ് മേടിക്കുന്ന ഇന്റീരിയർ ഡിസൈനർ നിങ്ങൾക്ക് കിച്ചണും കബോർഡും സോഫയും ഡൈനിങ് സെറ്റും മാത്രമല്ല ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അവിടെ കയറുന്ന ഓരോ കളേഴ്സും, ഓരോ പെയിന്റിങ്സും, ഓരോ ഷോ പീസസും, ഓരോ ക്യൂരിയോസും, ഇനി ടെക്നിക്കലി പറയാനാണെങ്കിൽ എവിടെയാണ് ലൈറ്റ് വെക്കേണ്ടത്, ആ ലൈറ്റിന്റെ കളർ എന്താണ്, ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്താണ് എന്ന് വരെ തീരുമാനിക്കുന്നത് ഈ സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും വളരെ നല്ല ഫോട്ടോഗ്രാഫ്സ്, ഓക്കെ, ഇന്റീരിയർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള നല്ല ഫോട്ടോഗ്രാഫ്സ്. ഇത് ചിലപ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പെക്റ്റീവ് വീടുകളിൽ ഇത് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോട്ടോഗ്രാഫിയുടെ മാജിക് മാത്രമല്ല, അതിന്റെ പുറകിൽ വർക്ക് ചെയ്ത ഒരു സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനർ ലൈറ്റിംഗ് സഹിതം കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഉദാഹരണത്തിന് ഒരു പെയിന്റിംഗ് കൊണ്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ തന്നെ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയവര് അവരുടെ ഫോട്ടോസ് നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ടെന്നിരിക്കുന്നത്.
അതിൽ എത്ര വെളിച്ചം വരണം എന്ന് തീരുമാനിക്കുന്നത് വരെ ഒരു ലൈറ്റിംഗ് കൺസൾട്ടന്റ് ആണ്. ആ ലൈറ്റിംഗ് കൺസൾട്ടന്റ് ഈ സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനറിന്റെ ടീമിലുണ്ടാകും. ഓക്കെ, അപ്പൊ അവരാണ് തീരുമാനിക്കുന്നത് എത്ര അകലെ ലൈറ്റ് വെക്കണം, ഏത് ലൈറ്റ് വെക്കണം, എത്ര ഇന്റൻസിറ്റിയിൽ വെക്കണം. ഇനി അടുത്ത അതിൽ ഒരു പടി കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പകല് അത് എത്ര ലൂമൻ വെളിച്ചം തരണം, രാത്രി എത്ര ലൂമൻ വെളിച്ചം തരണം എന്ന്. കാരണം നമ്മൾ കാണുന്ന മെജോറിറ്റി ലൈറ്റിലും ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓൺ അല്ലെങ്കിൽ ഓഫ്. പക്ഷെ ഇന്നത്തെ ലൈറ്റുകളിൽ നമുക്ക് ആ ഇന്റൻസിറ്റി വരെ കൺട്രോൾ ചെയ്യാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇത് തീരുമാനിക്കുന്നത് ആ സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനറാണ്. അപ്പൊ ചോദ്യം ബഡ്ജറ്റുമായിട്ട് കണക്റ്റഡ് അല്ലേ? അതെ, കാരണം നിങ്ങൾ ആ സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനറിന് സ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല, അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ചെലവുകളും കൂടെ വരികയാണ്. ഇപ്പൊ ഒരു സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനർ പറയാണ് നമുക്ക് ഇവിടെ ഫുള്ളും ക്ലാഡിങ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഐറ്റം വെച്ച് ചെയ്യാം, ഇതിൽ നമുക്ക് ഇന്ന വെളിച്ചം ഇത്ര അകലത്തിൽ നിന്ന് വേണം വരാൻ, അതിന്റെ കളർ ഇതായിരിക്കണം, അതിന്റെ ഇന്റൻസിറ്റി ഇത് എത്ര ലൂമൻ വെളിച്ചമാണ് വരുന്നത് എന്നുള്ളത് വരെ പ്രീ ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വളരെ ടെക്നിക്കൽ ഒരു ടീംമേറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഇന്റീരിയർ ഡിസൈനറിനെ അപ്പോയിന്റ് ചെയ്യണം. ഒരു കോൺട്രാക്ടറും ഈ മേഖലകളിലേക്ക് വരില്ല. ഇതാണ് ഇതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്. കാരണം കോൺട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് മെജോറിറ്റി കോൺട്രാക്ടേഴ്സിനും. വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് കാർപ്പൻട്രി യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെട്ടെന്ന് കാർപ്പൻട്രി ചെയ്ത് തീർക്കുക, കിച്ചൺ, കബോർഡ്, TV യൂണിറ്റ് ചെയ്ത് തീർക്കുക എന്നുള്ളതായിരിക്കും. ചിലവർക്ക് ഫർണിച്ചർ ഔട്ട്ലെറ്റ്സും ഉണ്ടാവും. അപ്പൊ അവര് ഫർണിച്ചറിന്റെ പണിയും കൂടെ ഏറ്റെടുക്കാൻ തീരുമാനിക്കും. പക്ഷെ അവിടെ ഏത് കാർപ്പറ്റ് വരണം, ഏത് കർട്ടൻ വരണം, കർട്ടൻ എന്ത് വെളിച്ചത്തിലായിരിക്കണം, എത്ര ലെയർ കർട്ടൻ വരണം, അതിന്റെ വൂളിന്റെ ഡെൻസിറ്റി എന്തായിരിക്കണം, അത് ഓട്ടോമേറ്റ് ചെയ്യണോ വേണ്ടയോ, എത്ര സ്പീഡിലായിരിക്കണം അത് തുറക്കുന്നത്, അതിന്റെ വെളിച്ചം എങ്ങനെ, എവിടെ ലൈറ്റ് തൂക്കണം, എന്ത് ലൈറ്റ് തൂക്കണം, ലൈറ്റിന്റെ ഇന്റൻസിറ്റി എവിടെ, ഏത് ഷോ പീസ്, അത് എവിടെ, എങ്ങനെ, അത് ഷോ പീസ് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുമാണ് വരുന്നത്. രസകരമായ ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാം. അതായത് കൊച്ചിയിലെ തന്നെ ഒരു അപ്പാർട്ട്മെന്റില്, ഒരു ഡ്യൂപ്ലേ അപ്പാർട്ട്മെന്റ് ആണ്, ഏകദേശം 7000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശ്രീ മോഹൻലാലിന്റെ അപ്പാർട്ട്മെന്റ് ഉള്ളത്. അത് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഈ ഒരു അപ്പാർട്ട്മെന്റില് ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഈ വാഷ് ബേസിൻ പോർച്ചുഗലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു വാഷ് ബേസിനാണ്. ആ വാഷ് ബേസിന്റെ വില 3.5 ലക്ഷം രൂപയാണ്, വാഷ് ബേസിൻ. ഓക്കെ, പക്ഷെ ഈ വാഷ് ബേസിൻ വന്നാൽ അതിന്റെ കളർ തീരുമാനിച്ചിട്ട് മാത്രമേ പുറയിലെ വാള് പെയിന്റ് ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ച ഒരു ഇന്റീരിയർ ഡിസൈനർ ഉണ്ട്. ഓക്കെ, അതുവഴി 8 മാസം പ്രോജക്റ്റ് ഡിലേ ആയി. കാരണം കൃത്യം അന്നാണ്, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു ഷിപ്പിന്റെ ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി. ആ ഇൻസിഡന്റ് കാരണം ഓൾ ഓവർ ദ വേൾഡ് സുവസ് കനാൽ ബ്ലോക്ക് ആയതുകൊണ്ട് എല്ലാ ലോജിസ്റ്റിക്സും എഫക്റ്റ് ആയ ഒരു സമയമായിരുന്നു ഇത്. ഓക്കെ, അങ്ങനെ ഒരു വാഷ് ബേസിൻ മൂലം 8 മാസം വീട് വൈകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാർ വന്നു കഴിയുമ്പോൾ അതൊരു പ്രശ്നമേ അല്ല, അവർക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ സാധനം വേണം. അതിന് വേണ്ടിയിട്ടാണ് സ്ക്വയർ ഫീറ്റിന് 550 രൂപ കൊടുത്ത് ഇന്റീരിയർ ഡിസൈനറിനെ അവർ ഹയർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, 7000 സ്ക്വയർ ഫീറ്റ് വീടിന് ഇന്റീരിയർ ഡിസൈനർ മേടിക്കുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 3.5 ലക്ഷം രൂപയുടെ വാഷ് ബേസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ലാണ്ടാണ്. നമ്മുടെ അടുത്ത ചോദ്യം, അറ്റ് വാട്ട് സ്റ്റേജ് ഷുഡ് ദി ഇന്റീരിയർ ഡിസൈൻ ബി ഡൺ? ഇതൊരു മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ്. പലർക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ഒരു 99% ആൾക്കാർക്കും തെറ്റിപ്പോകുന്ന ഒരു ആൻസർ ആണത്. ഇത് എപ്പോഴാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടത്? വീട് പണി തുടങ്ങുമ്പോഴാണോ, വീട് പണി തീരുമ്പോഴാണോ, പെയിന്റിങ്ങിന് മുന്നേ ആണോ, എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്നുള്ളത്? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഡിസൈനിന്റെ 80% തേപ്പിന് മുന്നേ തീർന്നിട്ടുണ്ടാവണം. മനസ്സിലായല്ലോ? ഞാനത് ഒന്നുകൂടെ റീട്രേറ്റ് ചെയ്യുവാണ്. ഇന്റീരിയർ ഡിസൈനിന്റെ 80% തേപ്പിന് മുന്നേ തീർന്നിട്ടുണ്ടാവണം. ഓക്കെ, തേപ്പിന് ശേഷം വന്ന് ഡിസൈൻ ചെയ്തുകൂടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ചെയ്യാം, കുഴപ്പമില്ല. അതിപ്പോ പെയിന്റിങ് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ അതല്ല, ഇതിന്റെ കറക്റ്റ് സമയം എന്ന് പറയുന്നത് തേപ്പിന് മുന്നെയാണ്. എന്തുകൊണ്ട് അത് പറയുന്നു എന്നുള്ളതും കൂടെ പറയാം. സാധാരണ ഇന്റീരിയർ ഡിസൈൻ വന്നു കഴിയുമ്പോഴാണ് ഒരു ലൈറ്റ് ഫിക്സറിന്റെ പൊസിഷൻസും ഓരോ കബോർഡിന്റെ പൊസിഷൻസും
വാർഡ്രോബിന്റെ പൊസിഷൻസും അതിന്റെ ലൈറ്റിങ്ങും എല്ലാം തീരുമാനിക്കപ്പെടുക. എ സിയുടെ പൊസിഷൻ, എ സി എവിടെ വരണം, എന്ത് എ സി എങ്ങനെ വരണം, അതിന്റെ ഡ്രെയിനേജ് എങ്ങനെ, മുതലായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ആ ഇന്റീരിയർ ഡിസൈൻ വരുമ്പോഴാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, നിങ്ങളുടെ ടി വിയുടെ പൊസിഷൻ, ടി വിയുടെ പുറകിൽ എത്രമാത്രം പ്ലഗുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ടി വിയുടെ പ്ലഗ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ നമ്മുടെ സെറ്റപ്പ് ബോക്സിന്റെ പ്ലഗ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ എക്സ്ബോക്സിന്റെയോ പ്ലേ സ്റ്റേഷന്റെയോ പ്ലഗുകൾ ഉണ്ടാകാം, DVD പ്ലെയറിന്റെ ഉണ്ടാകാം, അല്ലെങ്കിൽ ആപ്പിൾ ഹോം പ്ലേയുടെ സാധനങ്ങൾ ഉണ്ടാകാം. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും മിനിമം ഒരു 3-4 പ്ലഗുകൾ എല്ലാ ടി വി യൂണിറ്റിന്റെയും പുറയിലുണ്ട്. അപ്പോ ടി വിയുടെ പൊസിഷൻ നിങ്ങൾ വിചാരിച്ചതിൽ നിന്ന് ഇന്റീരിയർ ഡിസൈൻ നടക്കുമ്പോൾ പറയാണ് നമുക്ക് അവിടെ നിന്ന് മാറ്റി വേറൊരിടത്ത് ടി വി വെക്കാം എന്നൊരു തീരുമാനം നമ്മുടെ കഷ്ടകാലത്തിന് വന്നാൽ ഈ എൻറ്റയർ പ്ലഗ് ചെയ്തിരിക്കുന്ന സാധനവും ക്ലോസ് ചെയ്യുകയും വേറൊരിടത്ത് ഓപ്പൺ ചെയ്യുകയും ചെയ്യണം. ആ വേറൊരിടത്ത് ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ സാഡ് പാർട്ട്. വേറൊരിടത്ത് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി തേച്ച് വെച്ചിരിക്കുന്നതോ പെയിന്റ് ചെയ്തിരിക്കുന്നതോ ആയിട്ടുള്ള സാധനം കുത്തിപ്പൊളിക്കണം. ഇവിടെ നിരാശയുള്ള കാര്യം ഇതാണ്, കുത്തിപ്പൊളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ അതുപോലെ പുട്ടിയിടുകയും അതുപോലെ ഫുൾ വീടും പുട്ടിയിട്ട് പൊക്കിയെടുത്താൽ മാത്രമേ അത് ശരിയായി വരുള്ളൂ. അപ്പോ ഐഡിയലി ഈ തേപ്പ് എന്ന് പറയുന്ന സംഭവത്തിന് മുന്നേ കോൺഡ്യൂട്ട്സ്, പ്ലഗ്, ബാക്ക് ബോക്സ് മുതലായ എല്ലാ സാധനങ്ങളും തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഓക്കെ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു ഇൻസിഡന്റ് പറയാം. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞതാണ്. അതായത് അവരുടെ ഒരു സ്റ്റഡി യൂണിറ്റ് ഉണ്ടായിരുന്നു, ബെഡ്റൂമിൽ ഒരു ചെയറും ഒരു ടേബിളും. ഓക്കെ, ഈ ടേബിളിന്റെ പൊസിഷൻ മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തു. ഓക്കെ, ടേബിളിന്റെ പൊസിഷൻ മാറ്റുന്നതിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രശ്നം സംഭവിച്ചത് ഇതാണ്, ടേബിളിന്റെ പൊസിഷൻ മാറ്റുമ്പോൾ സ്റ്റഡി ലൈറ്റിന്റെ പൊസിഷനും മാറ്റണം. സ്റ്റഡി ലൈറ്റിന്റെ പൊസിഷൻ മാറ്റുക എന്ന് പറഞ്ഞാൽ ആ ലൈറ്റിന്റെ പ്ലഗിന്റെ പൊസിഷനും മാറ്റണം. അങ്ങനെ അതും കൂടെ മാറ്റേണ്ടി വന്നപ്പോൾ ഇതെല്ലാം കുത്തിപ്പൊളിക്കേണ്ടി വന്നു. ഓക്കെ, ഹൗസ് വാമിംഗ് ഫിക്സ് ചെയ്തതിന് ശേഷം ആണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ കുത്തിപ്പൊളിക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള തലവേദനകളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് 80%, 100% വേണമെന്ന് ഞാൻ പറയില്ല. കാരണം 100% എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഓരോ ഐറ്റത്തിനെ കുറിച്ചും തീരുമാനിച്ചിട്ടുണ്ടാവണം. അത് വേണമെന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് പൊസിഷൻ വൈസ്, ടെക്നിക്കലി പറഞ്ഞാൽ ഫർണിച്ചർ ലേ ഔട്ട് ഫ്രോസൺ ആയിരിക്കണം. ഓക്കെ, എവിടെ എന്ത് വരുന്നു, എന്ത് സൈസിലുള്ള എന്ത് സാധനം വരുന്നു എന്നുള്ളൊരു തീരുമാനം തേപ്പിന് മുന്നേ എടുക്കാൻ സാധിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഐഡിയലി ഇത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ ഡു യു സെലക്ട് ദ സ്പെസിഫിക്കേഷൻസ്? ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഇന്ത്യൻ പ്രോഡക്ട്സ് വേണോ, എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്ട്സ് വേണോ, ഫോറിൻ പ്രോഡക്ട്സ് വേണോ എന്നുള്ളത്. ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ടുള്ള 1-2 ബ്രാൻഡുകളുടെ പേര് പറയാം. ഹാർഡ്വെയർസ് വരുവാണെങ്കിൽ എപ്കോ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡ്, ഹാഫ്ലെ അല്ലെങ്കിൽ ഹെറ്റിഷ് എന്ന് പറയുന്ന ജർമ്മൻ ബ്രാൻഡ്. ഇതിൽ ഏത് ബ്രാൻഡുകളിലേക്ക് പോകണം എന്നുള്ളതാണ്. ഉത്തരം ഇത്രയേ ഉള്ളൂ, രണ്ടും എക്സ്പീരിയൻസ് ചെയ്യുക, ബഡ്ജറ്റിന്റെ പുറത്ത് തീരുമാനം എടുക്കുക. എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ വെച്ചിരിക്കുന്ന എല്ലാം എപ്കോ പ്രോഡക്ട്സ് ആണ്. 12 കൊല്ലമായി ഇതുവരെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. എന്റെ ചില ക്ലയൻസിന് ഞാൻ വെച്ചിരിക്കുന്ന ഏറ്റവും എക്സ്പെൻസീവ് ഹാഫ്ലെ അല്ലെങ്കിൽ ഹെറ്റിഷിന്റെ പ്രോഡക്ട്സ് ആണ്. ഗ്യാരണ്ടി പീരീഡ് തീരുന്നതിന് മുന്നേ ഡാമേജ് ആയ ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒരു സാധനം ഫോറിൻ ആയതുകൊണ്ട് ബെറ്റർ ആകണം എന്നർത്ഥമില്ല, വില കൂടുതലായതുകൊണ്ടും ബെറ്റർ ആകണം എന്നർത്ഥമില്ല. അഡീഷണൽ യൂട്ടിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബൈ ഓൾ മീൻസ് സ്പെൻഡ് ചെയ്തോളൂ. പക്ഷെ അതല്ലെങ്കിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് വന്നു എന്ന് പറഞ്ഞ് മോശമാണ് എന്നൊരു അർത്ഥമില്ല. എസ്പെഷ്യലി നല്ല ബ്രാൻഡുകൾക്ക് നല്ല അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഉണ്ട്. അപ്പോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്താലും ഒക്കെ ഈ ബ്രാൻഡുകളുടെ അഡ്വർടൈസ്മെന്റ് മൂലം അതാണ് ബെറ്റർ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. സ്പെസിഫിക്കേഷൻ തീരുമാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒന്ന്, നമ്മുടെ ആവശ്യം എന്ത്. ഓക്കെ, ആ ആവശ്യം നിറവേറ്റാൻ ഏതാണ് സാധനം നടക്കുക. 2, നമ്മുടെ ബഡ്ജറ്റ് എന്ത്. ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ എന്ത് സാധനം നമ്മൾ എടുക്കണം. അപ്പോ സ്പെസിഫിക്കേഷൻ തീരുമാനിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടതുള്ളൂ. അതല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് വന്നതുകൊണ്ട് ബെറ്റർ ആയിരിക്കും എന്റെ വീട് എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകേണ്ട കാര്യമില്ല. അടുത്തത് നേരത്തെ പറഞ്ഞത് തന്നെ, ബ്രാൻഡ്സ് മാറ്റർ ചെയ്യുമോ
എന്നുള്ളതിന്റെ ആൻസർ ഇല്ല എന്നുള്ള ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ബ്രാൻഡിന്റെ മാറ്റർ ചെയ്യുന്നത് എവിടെയാണെന്ന് ഞാൻ പറയാം. ചില ബ്രാൻഡുകൾ, ഉദാഹരണത്തിന് ഒരു വീട് നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീടിന്റെ ഈ ബോട്ടം യൂണിറ്റ്, കിച്ചണിലെ ബോട്ടം യൂണിറ്റില് ഒരു ഒരു വലിപ്പ് പോലെയുണ്ട്. ഈ വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു ഹാർഡ്വെയർ ഉണ്ട്. ആ ഹാർഡ്വെയറിൽ നമുക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ പോലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ കസ്റ്റമർ കെയറിൽ ഒരു കംപ്ലൈന്റ് വന്നു, ആ സാധനം പഴയതുപോലെ പ്രോപ്പറായിട്ട് സോഫ്റ്റ് ക്ലോസ് ആയിട്ട് അടയുന്നില്ല എന്ന്. അപ്പൊ അത് ചെന്ന് നോക്കിയ നമ്മുടെ എഞ്ചിനീയറിന് കാര്യം മനസ്സിലായില്ല, എന്താണ് കാര്യം. കാരണം അതിന്റെ ഉള്ളിൽ ഒരു അരിയുടെ പാക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്. അവർ നോക്കി, തുറന്നു, അടഞ്ഞു, പക്ഷെ അടയ്ക്കുമ്പോൾ സോഫ്റ്റ് ക്ലോസിംഗ് ആയിട്ട് അടയുന്നില്ല. ഇവിടെ വെച്ചിരുന്നത് ഒരു നല്ല ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ചെയ്തത് ആ ബ്രാൻഡിന്റെ ഹോട്ട്ലൈൻ നമ്പറിൽ വിളിക്കുക ചെയ്തത്. ഓക്കെ, ആ ബ്രാൻഡ് ഇതിന്റെ റിപ്പയറിന് വേണ്ടി ഒരു എഞ്ചിനീയറിനെ വിട്ടു. ആ ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, സാറേ ഇതിന്റെ വെയിറ്റ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 കിലോയാണ്, പക്ഷെ സാർ ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്നത് 25 കിലോ അരിയാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ടാണ് ഇത് പെർഫോമൻസ് പോയത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൽ ഇവരന്ന് ചെയ്തൊരു കാര്യം, 1 കൊല്ലത്തിൽ താഴെ ആയതുകൊണ്ട് അവരുടെ സർവീസ് ചാർജും പിന്നെ ഒരു ഡിഫറൻസ് പ്രൈസും മാത്രമേ കൊടുക്കേണ്ടി വന്നത്. നല്ല ബ്രാൻഡുകൾ വരുമ്പോൾ നല്ല ടെക്നീഷ്യൻസ് ഉണ്ടാവും, നല്ല രീതിയിലുള്ള ബ്രാൻഡിന്റെ ഗൈഡൻസ് ഉണ്ടാവും, അതായത് ഡേറ്റ ഷീറ്റ് എന്ന് പറയും. ഇത് നല്ല ബ്രാൻഡുകൾ വരുമ്പോൾ അവർ അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അഡീഷണലി തരും. മറിച്ച് നിങ്ങളിപ്പോ ഒരു കടയിൽ പോയി ഒരു ബെയറിംഗ് മേടിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാനോ ഒരാളോട് ചോദ്യം ചെയ്യാനോ ഉണ്ടാവില്ല. ഓക്കെ, സോ ദി ആൻസർ ഇസ് ബ്രാൻഡ്സ് മാറ്റർ ചെയ്യുന്നുണ്ടോ? യെസ്. ഏത് ലെവല് വരെ എന്നുള്ളതിലാണ് ഇതിലെ ചോദ്യമുള്ളൂ. അത് നമുക്ക് ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, വാട്ട് ഇസ് ദ ലൈഫ് ഓഫ് ദ പ്രോഡക്ട്സ് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓരോ ബ്രാൻഡിനും ഗ്യാരണ്ടീസ് ഉണ്ട്. ചില ബ്രാൻഡുകൾ 1 കൊല്ലം ഗ്യാരണ്ടി തരും, ചില ബ്രാൻഡുകൾ 3 കൊല്ലം ഗ്യാരണ്ടി തരും. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളൊരു കിച്ചൺ വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലത്തേക്കാണോ അതിന്റെ ആയുസ്? അല്ല, അതിന്റെ ആയുസ് നിങ്ങൾ വിചാരിക്കുന്ന 15ഓ 20ഓ കൊല്ലത്തേക്കാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബ്രാൻഡുകൾ 15 കൊല്ലവും 20 കൊല്ലവും ഗ്യാരണ്ടി തരാത്തത്? അത് പ്ലൈവുഡ് എടുത്താലും നിങ്ങൾക്ക് ആ ഗ്യാരണ്ടി ഇല്ല, ഹാർഡ്വെയർ എടുത്താലും ഈ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കലി അറൈവ്ഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ഓക്കെ, ഈ പ്രോഡക്റ്റ് ഡാമേജ് ആകുന്നത് പലരും അത് എന്താ പറയാ ഓവറായിട്ടും റോങ് ആയിട്ടും യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെയാണ് ഈ ബ്രാൻഡ് ഒരു ഗ്യാരണ്ടിയിലേക്ക് വരുന്നത്. പക്ഷെ ടെക്നിക്കലി അവെയർ ആയിട്ടുള്ള ഒരു ടീമാണ് ഇത് ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് വലിയ ഡാമേജോ കാര്യങ്ങളോ വരാനില്ല. ഓക്കെ, ഞാൻ എല്ലാ ക്ലയൻസിനോടും പറയുന്ന ഒരു പോയിന്റ് ഇതാണ്. നിങ്ങൾ ബെറ്റർ പ്രോഡക്റ്റ് ആണ് എന്ന് വിചാരിച്ച് ഒത്തിരി കോസ്റ്റ് കൂടുതൽ മുടക്കി ഒരു സാധനം വെച്ചത് കൊണ്ട് ആയുസ് കൂടുതൽ ആ പ്രോഡക്റ്റിന് കിട്ടും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, മറിച്ച് ആ സാധനത്തിന്റെ യൂട്ടിലിറ്റി വെച്ച് നല്ല ബഡ്ജറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ സപ്പോസ് അത് ഡാമേജ് ആയിരുന്നു സാധനം മാറ്റി വെക്കുന്ന ചിലവല്ലേ ഉള്ളൂ. അതിന് എക്കാലത്തേക്കും എന്റെ ലൈഫിൽ വേറൊരു മാറ്റം ഇല്ല എന്നുള്ളൊരു ചിന്തയിലേക്കൊന്നും പോകണ്ട. സാധനങ്ങളുടെ ലൈഫ് നമ്മളെ കഷ്ടകാലം അനുസരിച്ചിരിക്കും. ഭയങ്കര കാര്യമായി സ്പെൻഡ് ചെയ്തതുകൊണ്ട് നല്ല ലൈഫ് കിട്ടുന്ന ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ എന്റെ സ്വന്തം വീട്, അതിൽ എപ്കോ അന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ എപ്കോ മാത്രമേ പറ്റുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു ജർമ്മൻ ബ്രാൻഡും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ഒരു സാമ്പത്തിക അവസ്ഥ അന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ജർമ്മൻ ബ്രാൻഡിലേക്ക് പോകുന്നതാണ് ഞാൻ ആൻസർ ചെയ്യുന്നത്. പക്ഷെ ആ എന്റെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് വെച്ച് ഞാൻ 12 കൊല്ലം മുന്നേ ചെയ്ത ആ വീട്ടില് ഇന്നും എനിക്ക് ഒരു പ്രശ്നവും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദ ലൈഫ് ഓഫ് പ്രോഡക്ട്സ് നീഡ് നോട്ട് ബി പ്രൊപ്പോർഷണൽ ടു ദ കോസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ ടീനുവിലേക്ക് തിരിച്ച് കൈമാറുന്നു. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ടീനു, ബാക്ക് ടു യു. Thanks a lot, sir. It was very insightful. ആൻഡ് സാറ് ഷെയർ ചെയ്തിട്ടുള്ള എക്സാമ്പിൾസും ഒരുപാട് എക്സാമ്പിൾസ് ഐ ഓപ്പണേഴ്സ് ആണ്. SBIയിലെ ഹോം ലോൺ ഓഫീസർ ലഞ്ചിന് പോയത് കൊണ്ട്
വീട് പണി ഡിലേ ചെയ്തിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. സൂയസ് കനാലില് ബ്ലോക്ക് വന്നത് കൊണ്ട് വീട് പണി 8 മാസം ഡിലേ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. വാട്ട് ഓൾ ആക്ച്വലി ഇമ്പാക്ടിങ് ഒരു ഹോം കൺസ്ട്രക്ഷൻ എന്നുള്ളത്. പലതരത്തിലും നമ്മൾ പലരും വീട് പണിതിട്ടുള്ളവരും വീട് പണിയാനായിട്ട് മുന്നോട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളവരും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. സോ അതെല്ലാം ആക്ച്വലി അവരെ ഹെൽപ്പ് ചെയ്യാനും സോൾവ് ചെയ്യാനുമാണ് കോലോ നമ്മുടെ ഹോം അസിസ്റ്റന്റ് പ്രോഗ്രാം എല്ലാം ലോഞ്ച് ചെയ്തിട്ടുള്ളതും സാറിനെ പോലെ ഒത്തിരി നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഈ ഒരു സീരീസിലേക്ക് കൊണ്ടുവരുന്ന ഈ ലെക്ചർ സീരീസിലേക്ക് കൊണ്ടുവരുന്നതും. സോ താങ്ക്സ് ലോട്ട് ഫോർ ഷെയറിങ് ഓൾ ദിസ് ഇൻഫർമേഷൻ. നമുക്ക് Q&A-യിലേക്ക് കടക്കാം. ടീനു, ശരി, 4 ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് സാറിനോട് ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ഡയറക്ട്ലി ചോദിക്കാം. അതുകൂടാതെ ഇപ്പൊ ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പ് ചാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പോലെ. സോ ഒരു ക്വസ്റ്റ്യൻ, what is your opinion on using 303 plywood for wardrobe instead of 710 marine plywood? ഓക്കെ, ആ ചോദ്യത്തിന്റെ ആൻസർ ഇങ്ങനെ പറയാം. മെറൈൻ പ്ലൈവുഡ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് എന്താണ്? ആഞ്ജനേയൻ മനസ്സിലാക്കുന്നത് എന്താണ്? നിങ്ങൾ ഇൻഡസ്ട്രിയിലെ ആളല്ലല്ലോ. ഇല്ല സർ, ഞാൻ മോർ ഓഫ് ലൈക്ക് ബിസിനസ് പേഴ്സൺ ദാൻ ഹോം കൺസ്ട്രക്ഷൻ. ഐ വിൽ ലെറ്റ് യു ടു ആൻസർ ദാറ്റ്. നിങ്ങൾ അല്ലല്ല, എന്റെ ചോദ്യം ആഞ്ജനേയനോട് തന്നെയാണ്. കാരണം ഇൻഡസ്ട്രിയിലുള്ള ആളല്ല അത് ആൻസർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മെറൈൻ പ്ലൈവുഡ് എന്നുള്ള ഒരു പദം കൊണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ഓക്കെ, സംഹൗ ആൾക്കാർ മനസ്സിലാക്കുന്നത് മെറൈൻ പ്ലൈവുഡ് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും ഒരിക്കലും ഉണ്ടാവില്ല, മെറൈൻ എൻവയൺമെന്റ്സിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. അതാണ് ഈ മെറൈൻ പ്ലൈവുഡ് എന്ന വാക്ക് വഴി വരുന്നത്. ഓക്കെ, ഈ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. അതായത് 303 എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ഉണ്ട്, 710 എന്ന് പറയുന്ന ഒരു ഗ്രേഡ് ഉണ്ട്, 710 BWP, അതായത് ബോയിലിംഗ് വാട്ടർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സാധനമുണ്ട്. അപ്പൊ ഇതിൽ പ്ലൈവുഡ് യൂസ് ചെയ്യുന്നത് വഴി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ ഇതാണ്, ഡിപ്പെൻസ് എന്നുള്ളതാണ്. നിങ്ങൾ എന്നോട് ഇന്ന് ഈ റെസ്റ്റ് ഓഫ് ദ സെഷൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം ഡിപ്പെൻസ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, പക്ഷെ ഞാൻ അതുകൊണ്ട് അത് പറഞ്ഞു ഒഴിവാകുന്നില്ല. ഞാൻ ഇതിന്റെ സയന്റിഫിക് റീസണിങ് പറയാം. ഓക്കെ, ഇതിന്റെ റീസണിങ് ഇതാണ്. വാർഡ്രോബ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഒരിക്കലും വെള്ളം എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, കിച്ചണിൽ നമ്മൾ വെള്ളം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ കിച്ചണില് 710 BWP യൂസ് ചെയ്യുന്നത് സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. കാരണം അവിടെ ബോയിലിംഗ് വാട്ടർ വീഴാനുള്ള സംഭവമുണ്ട്, വെള്ളത്തിൽ വീഴാനുള്ള സാധ്യതകളുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, എന്റെ ഒരു വാടക വീടിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. 12 കൊല്ലം മുന്നേ ചെയ്ത ഒരു സാധനം. ഓക്കെ, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വീടാണ്. അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 303 അല്ല, 710 അല്ല, മറിച്ച് MDF എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പ്രീ ലാമിനേറ്റഡ് MDF എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചതിൽ ഈ 2 സാധനങ്ങളെക്കാളും ടെക്നിക്കലി ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് ഇതുവരെ ലാസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ചോദ്യത്തിന്റെ അത് കിച്ചണില്, ഇത് വാർഡ്രോബിലല്ല, കിച്ചണിൽ അത് ലാസ്റ്റ് ചെയ്തു. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ എല്ലായിടത്തും ഉള്ള ഒരു കാര്യമല്ല, പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയയിലും ഓവർ ഡിസൈൻ ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു കാർ മേടിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും വില കൂടിയ കാറ് 0 to 100 in 4 seconds എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കാം. ഓക്കെ, പക്ഷെ അത് യൂസ് ചെയ്യുമോ? യൂസ് ചെയ്യില്ല. ഓക്കെ, അതിനേക്കാളും നല്ലത് ചിലപ്പോൾ നമ്മുടെ നാട്ടില് 20 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന താറായിരിക്കാം. ഓക്കെ, അപ്പൊ എന്തിനാണ് 5 കോടി രൂപ കൊടുത്തൊരു കാറ് മേടിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം യൂട്ടിലിറ്റി അല്ല. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് യൂട്ടിലിറ്റി, ബട്ട് ദ പെർസീവ്ഡ് ബിലീഫ് ദാറ്റ് ഇറ്റ് ഇസ് എ ബെറ്റർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോ ഇവിടുത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇതാണ്. 303 പ്ലൈവുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. ഓക്കെ, വെള്ളം വാർഡ്രോബിൽ വരും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഓക്കെ,
പക്ഷെ നിർഭാഗ്യവശാൽ ഫ്ലഡ് വന്നു കയറിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കില്ല. അതിപ്പോ 710 ഡിസൈൻ ചെയ്താലും പ്രോബ്ലം ഉണ്ടാകും. ഞാൻ പറയുകയാണെങ്കിൽ വാർഡ്രോബിൽ 303 യൂസ് ചെയ്യുന്നത് ഇസ് എ വെരി ഗുഡ് ഡിസിഷൻ എന്നേ ഞാൻ പറയുന്നത്. ഓക്കെ, സേഫ് ആയിട്ട് ചെയ്യാവുന്ന ഒരു സാധനം ഭിത്തിയിൽ നിന്നുള്ള പാനൽ, അതായത് ഭിത്തിയിൽ വാർഡ്രോബും ഭിത്തിയായിട്ട് കോണ്ടാക്ട് വരുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, ആ ഒരു ഫേസിൽ നമുക്ക് വേണമെങ്കിൽ WPCയോ മൾട്ടിവുഡോ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം 303 വെച്ച് യൂസ് ചെയ്യാം. സോ ദാറ്റ് എന്തെങ്കിലും വാളിൽ കൂടെ ഈർപ്പം മേലിലോട്ട് വരികയോ അപ്പുറത്തെ ബാത്റൂമിൽ നിന്ന് വെള്ളം ലീക്ക് ആകുകയോ അങ്ങനെ എന്തെങ്കിലും വന്നാലും നമ്മുടെ വാർഡ്രോബ് എഫക്റ്റഡ് ആവാത്ത രീതിയിൽ നമുക്ക് സാധനം സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, Sure, all sir. right. So our question answer, I think I've done justice to that question. Yes. Next question. Please suggest economy, mid, and high-end interior options for benchmarking. അത് നിഖിൽ KK ആണ്. നിഖിൽ സാർ ഉണ്ടോ? അത് ക്വസ്റ്റ്യൻ ഉണ്ട്. ആയോ? ക്വസ്റ്റ്യൻ എന്താ വെച്ചാലേ, ഞാനിപ്പം നമുക്ക് ഇതൊരു ജനറിക് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതൊരു മിഡ് റേഞ്ച് ആണെങ്കിൽ നമുക്ക് ഒരു മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്ക്വയർ ഫീറ്റിൽ ഇത്ര വരും എന്നൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. അതായത് ഒരു കോമൺ പ്രാക്ടീസ് എന്താണോ അതിലൊരു മിഡ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്താണ്, അല്ലെ എക്കണോമി ആണെങ്കിൽ ഇന്ന സ്പെക്ക് അല്ലെങ്കിൽ അതിൽ എത്രമാത്രം സ്പെൻഡ് വരും ആ ഒരു റേഞ്ച് എന്താണ്. അതുപോലെ തന്നെ നമ്മൾ ഹൈ എൻഡ് പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു റേഞ്ച് എങ്ങനെയാണ്, അല്ലെ അതിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അഫോർഡബിൾ എന്നും അറ്റ് ദ സെയിം ടൈം അത് നമുക്ക് സേഫർ സൈഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ സ്പെക്കും ആ ഒരു ലെവൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, നിഖിൽ, ഈ ചോദ്യത്തിന്റെ ആൻസർ അങ്ങനെ ഭയങ്കര എന്താ പ്രൊഫൗണ്ട്ലി വൈസ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല ഇത്. ഓക്കെ, കാരണം ആ ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ ഔട്ടർ ലിമിറ്റ്സ് ഫിക്സ്ഡ് അല്ല. ഓക്കെ, നിങ്ങളിപ്പോ ചോദിച്ചതിൽ എക്കണോമി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്കണോമിയും എന്റെ എക്കണോമിയും വ്യത്യാസമാണ്. ഓക്കെ, നമ്മൾ രണ്ടുപേരും കൂടാണ്ട് ചിലപ്പം ടീനുവിന്റെ എക്കണോമി എന്ന് പറയുന്നത് വേറൊരു നമ്പർ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോ ചോദിച്ചതിന്റെ ഒരു റിലേറ്റീവ് സ്കെയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ കുറവ്, മിഡ്, കൂടുതൽ എന്ന് പറയുന്നു. പിന്നെ ഇതിലൊരു ആൻസർ ഞാൻ പറയാം, കൂടുതൽ എന്ന് പറയുന്നതിന് എൻഡ് ഇല്ല. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു കാര്യം, കോമൺലി നമുക്ക് ഒരു റേഞ്ച് എന്തെങ്കിലും ഫിക്സ് ശരി, ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, നിഖിൽ ഇപ്പൊ യൂസ് ചെയ്യുന്ന വാച്ച് ഏതാണ്? ഞാനിപ്പോ കാസിയോ ആണ്. കാസിയോ ആണ്. കാസിയോ മിഡ് ആണോ, ലോ ആണോ, ഹൈ ആണോ? അല്ല, അതിപ്പോ ഇതിന്റെ തന്നെ ഒരു റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരു നമുക്ക് വാച്ചിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ലോ എൻഡ് ഡീൽ ചെയ്യുന്ന ബ്രാൻഡുകളും അല്ലെങ്കിൽ അത് വരുന്ന ഓപ്ഷൻസും ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ബ്രാൻഡ് വൈസ് എനിക്ക് മനസ്സിലായി. ഞാൻ നിഖിലിനെ ആക്കാൻ വേണ്ടി ചോദിച്ചതല്ല, അങ്ങനെയല്ല. ഞാൻ ആ പർപ്പസ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളിപ്പോ കാസിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. കാസിയോയുടെ ഏറ്റവും വില കൂടിയ വാച്ച് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ടെക് എന്ന് പറയുന്ന ഒരു വാച്ചാണ്, സ്മാർട്ട് ട്രെക്ക്. ഓക്കെ, ആ വാച്ചിന്റെ വില 72,000 രൂപയാണ്. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസിംഗ് ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ റോളക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഇന്ന് വില ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് ഡേറ്റ്ജസ്റ്റ് എന്ന് പറയുന്ന ഒരു വാച്ചാണ്. അതിന് 7.5 ലക്ഷം രൂപയാണ്. ഓക്കെ, പക്ഷെ 101% ഞാൻ പറയുന്നു, സ്മാർട്ട് ട്രെക്ക് കാസിയോയുടെ 10-1 യൂട്ടിലിറ്റി പോലും ഈ 6 ലക്ഷം രൂപയുടെ റോളക്സിനില്ല. ഓക്കെ, പറഞ്ഞു വരുന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് സമയം കാണുക എന്നുള്ളതാണെങ്കിൽ നിഖിലാണ് ഒരു ബെറ്റർ പർച്ചേസർ. ഓക്കെ, കാരണം നിങ്ങൾ ഒരു കാസിയോ ആണ് യൂസ് ചെയ്യുന്നത്. മറിച്ച് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വേറൊരാളുടെ മുമ്പിൽ ഒരു ഷോ കാണിക്കാനാണെങ്കിൽ ഡേറ്റ്ജസ്റ്റ് മേടിച്ച എന്നെ പോലെയുള്ള മണ്ടന്മാരാണ് ബെറ്റർ പർച്ചേസേഴ്സ്. ഓക്കെ, ബിക്കോസ് പർപ്പസിൽ ഞാൻ കാസിയോ ഇട്ട് പോയാൽ എനിക്ക് കിട്ടേണ്ട ബാക്കിയുള്ളവന്റെ കയ്യടി എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിലെ ചോദ്യത്തിന്റെ ആൻസർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ ഹൈ എൻഡ് എന്ന് പറയുന്നതിന് ലിമിറ്റ് ഇല്ല എന്നുള്ളൊരു പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. ഇതിന് ഒരു ലിമിറ്റും ഇല്ല. കാരണം ഇവിടെ നമുക്കിപ്പോ ഒരു
പറഞ്ഞു വരുന്ന പോയിന്റ് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 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 വീടിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, 3.5 ലക്ഷം രൂപയുടെ ഒരു വാഷ് ബേസിൻ. ഓക്കെ, അതെ. ആ 3.5 ലക്ഷം രൂപയുടെ വാഷ് ബേസിൻ ആണോ ഹൈ എൻഡ്? അല്ല. വിൽഫ്രോയ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡിന്റെ എൻട്രി ലെവൽ പോയിന്റ് ആണ് 3.5 ലക്ഷം. ഓക്കെ, അപ്പൊ ഇതിനൊരു എൻഡ് ഇല്ല. നിങ്ങൾ ഡിസൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം അസംബ്ലി ലൈനിലൊന്നും അല്ല വരിക. ഇവിടെ കൊച്ചിയില് ABC എന്ന് പറയുന്ന ഒരു ഷോറൂം ഉണ്ട്. നിങ്ങൾ ആ ABC ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഇതിനൊരു എൻഡ് ഇല്ല. ഓക്കെ, മാർബിള് ഇന്ന് ലോറിയോ ഹോംസ് എന്ന് പറഞ്ഞ കൊച്ചിയിൽ ഒരു ഷോറൂം ഉണ്ട്. ഇമ്പോർട്ടഡ് മാർബിൾസ് മാത്രം വെക്കുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വില വരുന്നതാണ് ഒരു ഇറ്റാലിയൻ മാർബിൾ. അതാണ് ഏറ്റവും സുപ്പീരിയർ എങ്കിൽ ലോറിയോ ഹോംസിലെ ഏറ്റവും ചീപ്പസ്റ്റ് മാർബിൾ സ്ക്വയർ ഫീറ്റിന് 5500 രൂപയാണ്. ഓക്കെ, സോ നമുക്ക് ഹൈ എൻഡിലേക്ക് പോയിട്ട് കാര്യമില്ല, അതിനൊരു ആൻസറും ഇല്ല. പക്ഷെ എക്കണോമി മിഡ് എന്ന് പറയുന്ന ഈ രണ്ട് സാധനങ്ങൾക്കും ഞാൻ അതിന്റെ ആൻസർ പറയാം. എക്കണോമി എന്ന് പറയുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫെറോ സിമെന്റ് വെച്ചിട്ട് ഇതിന്റെ സാധനങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഡോറുകൾക്ക് വേണ്ടിയിട്ട് അലുമിനിയം ഡോർസോ ACP വെച്ചിട്ടുള്ള ഡോർസോ യൂസ് ചെയ്യാം. പക്ഷെ അകത്തെ തട്ടുകൾക്ക് വേണ്ടിയിട്ട് ഫെറോ സിമെന്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഈ 1 ലക്ഷം രൂപയുടെ കിച്ചണിൽ ഇതാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കിച്ചന്റെ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. വാർഡ്രോബിന്റെ ഇതിൽ വരുമ്പോഴും അകത്തെ തട്ടുകൾക്ക് നമുക്ക് ഇത് ചെയ്താൽ മതി, ഫെറോ സിമെന്റ് വെച്ചാൽ മതി. പുറത്തെ ഡോറുകൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് മറൈൻ പ്ലൈവുഡിലോ 303-ലോ അല്ലെങ്കിൽ എന്തിനു വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇതാണ് ഒരു ചീപ്പസ്റ്റ് ഓപ്ഷൻ. മിഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രീ ലാമിനേറ്റഡ് MDF ആണ്. ഓക്കെ, പ്രീ ലാമിനേറ്റഡ് MDF എന്ന് പറയുമ്പോൾ MDFന്റെ പോരായ്മകളൊക്കെ ഫാക്ടറിയിൽ വെച്ച് കറക്റ്റ് ചെയ്യുന്നതാണ്. പുറത്തുകൂടെ ഒരു റാപ്പിംഗ് ചെയ്ത് കൊണ്ടുവരുന്ന MDF ആണ്. ഈ പ്രീ ലാമിനേറ്റഡ് MDFന് ഒരു 8-10 ഓപ്ഷൻസ് ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വിഷ്വലി നല്ല അപ്പീലിംഗ് ആണ്, പക്ഷെ വളരെ കോസ്റ്റ് കുറവാണ്. ഓക്കെ, അതിനുശേഷം അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് വരുന്നതാണ് ഈ മെറൈൻ പ്ലൈവുഡ് ലാമിനേറ്റ് കൊണ്ട് മെറൈൻ പ്ലൈവുഡിൽ ഒട്ടിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം. ഓക്കെ, ഇനി അതിന്റെ അടുത്ത മേളിലോട്ട് വരുവാണെങ്കിൽ മെറൈൻ പ്ലൈവുഡിൽ നമ്മുടെ വിനിയർ വെക്കുന്ന ഒരു സംഭവം. വിനിയർ എന്ന് പറഞ്ഞാൽ തടിയുടെ ചീന്തലുകളാണ്. അത് തടിയും അതിന്റെ ഏത് ടൈപ്പ് തടിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച് അത് മാറും. അതിന്റെ ഒപ്പം അത് പോളിഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം ഹൈ എൻഡിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നു. ഓക്കെ, ആ വിനിയർ മേടിച്ച് ഒരു മെറൈൻ പ്ലൈവുഡിൽ ഒട്ടിച്ച് വെക്കുന്ന ഒരു സെഗ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹൈ എൻഡ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഡോർ അങ്ങ് കടന്ന് നമ്മൾ അങ്ങോട്ട് കടന്നു അല്ലേ. ഓക്കെ, പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് മേളിലേക്ക് ഒരു പിടുത്തവും കിട്ടില്ല. ഓക്കെ, അത് നമുക്ക് ആക്ച്വൽ തടി വെക്കാം, തേക്ക് വെക്കാം. ഈ തേക്ക് തന്നെ 4500 രൂപ പെർ ക്യൂബിക് ഫീറ്റ് തൊട്ട് 24,000 രൂപ പെർ ക്യൂബിക് ഫീറ്റ് വരുന്ന തടി വരെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്ത് എന്നുള്ളതൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് അതിന്റെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ബട്ട് ഏറ്റവും എക്കണോമി ആൻഡ് മിഡ് എന്ന് നിഖിൽ ചോദിച്ചതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ക്ലിയർ ഉണ്ട്. അതിൽ തന്നെ ഒരു ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഫെറോ സിമെന്റ് ഉപയോഗിക്കുന്ന കേസിൽ ഈ ഹിഞ്ചസ് ഒന്നും ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാലും അത് നിൽക്കില്ല എന്നാണ്. വുഡും ഒരു സിമെന്റ് മെറ്റീരിയലും ആയിട്ട് ആക്സസറീസ് കണക്ട് ചെയ്യുന്നതിൽ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് എന്നങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ഇല്ല, അത് നിങ്ങൾ സമീപിച്ച ആൾക്കാരങ്ങനെ ടെക്നിക്കലി അവെയർ ആകാത്ത ആൾക്കാരാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ചെയ്യാൻ ഇന്ന് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ റോയ്സൺ, കോസ്റ്റൽ ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇതൊരു ഒരു ഏരിയ സ്പെസിഫിക് ആണ്. കോസ്റ്റൽ ഏരിയ ആൻസർ പറയാം. ആ ചോദ്യത്തിന് നല്ല കോസ്റ്റൽ ഏരിയ 2 സോൺ 2 അല്ല, കോസ്റ്റൽ ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. കോസ്റ്റൽ ഏരിയ 2 എന്നായിരിക്കില്ല, സോൺ 2 എന്ന് പറഞ്ഞിട്ടില്ല. കോസ്റ്റൽ ഏരിയയിൽ മലയാളത്തിൽ അങ്ങനെയാണ് ഞാൻ ആദ്യം വായിച്ചത്. ടീനു എന്നെ കൺഫ്യൂസ് ചെയ്തതാണ്. ടീനു ആവശ്യമില്ലാണ്ട് ആവശ്യമില്ലാതെ ടെക്നിക്കാലിറ്റി കൊണ്ടുവരുന്നതാണല്ലേ. അതെ, പക്ഷെ വളരെ ഒരു ചോദ്യമാണ്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഈർപ്പം കൂടി നിൽക്കുക എന്നുള്ളതിന് പുറമെ
ഉപ്പ് കലർന്ന കാറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. സോ ഓക്കെ. അവിടെ എങ്ങനെയായിരിക്കും ജനാല തുറന്ന് കാറ്റ് അകത്തോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് വാർഡ്രോബ് എല്ലാം പോവോ? ഇതാണ് റോയ്സൺ സാറിന്റെ ഒരു ഡൗട്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സർ. ഇഫ് യു ക്യാൻ ശരി, ജസ്റ്റ് ഹെൽപ്പ് ഹിം ഔട്ട്. ഞാൻ പറയാം. കോസ്റ്റൽ ഏരിയനെ ടെക്നിക്കലി പറയുന്നത് ഹൈലി ഇൻവേസീവ് എൻവയൺമെന്റ് എന്നാണ്. റൈറ്റ്. ഓക്കെ. ഈ ഹൈലി ഇൻവേസീവ് എൻവയൺമെന്റ് എന്ന് പറയുന്നിടത്തോളം ബുദ്ധിമുട്ടേറിയ ജീവിത സാഹചര്യം വേറെ എവിടെയില്ല. ഓക്കെ. അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഡാമേജിലേക്കൊന്നും ഒരു സിവിൽ എഞ്ചിനീയർ എന്ന നിലയിൽ ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഈ ചോദ്യത്തിന്റെ സ്പെസിഫിക് ആൻസർ ഇതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് കാർപ്പൻട്രി മാത്രമാണെങ്കിൽ അതിലാകെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഇതിന്റെ ഹാർഡ്വെയറിൽ മാത്രമാണ്. ഓക്കെ. കാരണം ബാക്കി എല്ലാം വുഡാണ്. വുഡും മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യാത്തിടത്തോളം കാലം, അതായത് മോയ്സ്ചറുമായിട്ടുള്ള ആക്ഷൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് നമ്മളൊരു സാധനം വെക്കുന്നതെങ്കിൽ, ഒരു എഞ്ചിനീയർഡ് വുഡോ അല്ലെങ്കിൽ ലാമിനേറ്റഡോ പ്രീ ലാമിനേറ്റഡോ ആയിട്ടോ വെക്കുന്നതെങ്കിൽ അതിനൊരു ഡാമേജ് വരാനില്ല. പക്ഷെ ഇൻവേസീവ് എൻവയൺമെന്റിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര റെലവൻസ് ഉണ്ട്. കാരണം ഹാർഡ്വെയർ ക്രോം പ്ലേറ്റഡ് ആണ് ജനറലി. ഓക്കെ. ക്രോം പ്ലേറ്റഡ് ഹാർഡ്വെയറിന് 5 കൊല്ലത്തിൽ കൂടുതൽ ആയുസ് കിട്ടില്ല ഹൈലി ഇൻവേസീവ് എൻവയൺമെന്റിൽ. ഓക്കെ. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഇപ്പൊ മെറൈൻ ഡ്രൈവിലൊക്കെ വരുന്ന അപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പഴക്കം ഫീൽ ചെയ്യും. ഓക്കെ. പെട്ടെന്ന് തന്നെ ഇതിന്റെ എല്ലാ ഹാർഡ്വെയർ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ആണികൾക്ക് പ്രോബ്ലം വന്നിട്ടുണ്ടാവും. ഓക്കെ. ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഹാർഡ്വെയർസിലോട്ട് വരുമ്പോൾ, അതായത് ഹാർഡ്വെയറിന് ഞാൻ പറഞ്ഞ ഹിഞ്ചുകള് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുൾ ഔട്ട്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ, പുൾ ഔട്ട്സ് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാസ്റ്റിക് പ്രോഡക്ട്സിലേക്ക് മാറണം. നിങ്ങൾ വിചാരിക്കും പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചീപ്പാണ്. പ്ലാസ്റ്റിക്കിലാണ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അത് കാർബൺ ഫൈബർ കൊണ്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള പോളിവിനൈൽ പ്രോഡക്ട്സ് എല്ലാം പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയുടെ ഉള്ളിലാണ് വരുന്നത്. ഓക്കെ. മെറ്റൽ എന്ന് പറയുന്ന സാധനമാണെങ്കിൽ SS പോകുക എന്നൊരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് എക്സ്പെൻസീവ് ആണ്. ഓക്കെ. കാരണം ക്രോം പ്ലേറ്റ് ചെയ്ത് വന്ന് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ സാധനം തുരുമിച്ചു പോകും. അത് കൊച്ചി കോസ്റ്റൽ ലൈനിൽ നിന്ന് ഇത്രയും മാറി കാക്കനാട് താമസിക്കുന്ന എനിക്ക് വരെ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പല സാധനങ്ങളും അവിടെ ദ്രവിച്ചു വരുന്നതെല്ലാം ഈ അന്തരീക്ഷത്തിലുള്ള മെറൈൻ അല്ലെങ്കിൽ സലൈൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ടീനു പറഞ്ഞതുപോലെ സോൺ 2 നമ്മളൊക്കെ താമസിക്കുന്നത്. അതായത് അപ്പൊ അതാണ് അതിന്റെ ഒരു പോയിന്റ്. റോയ്സൺ സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ അതെ ഞാൻ എന്റെ എറണാകുളം വൈപ്പിൻ ഭാഗത്താണ് എന്റെ വീടുള്ളത്. അവിടെ ഈ പറഞ്ഞ പോലെ CRZ സോൺ 2 തന്നെയാണ്. ഇപ്പൊ പറഞ്ഞത് ശരിയുമാണ്. CRZ ആണ്. 3 ആയിരുന്നു. ഇപ്പൊ അത് മാറി 2 ഇപ്പൊ വന്നിട്ടുണ്ട്. ഇനി അതിന്റെ അത് പാസ്സായിട്ട് വേണം ഇനി വീടിന്റെ കാര്യങ്ങളും കൂടി നോക്കാനായിട്ട്. കോസ്റ്റൽ ഏരിയ 2 എന്ന് ഉദ്ദേശിച്ചതാണോ? കോസ്റ്റൽ ഏരിയയിൽ ഞാൻ കോസ്റ്റൽ ഏരിയയിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. ഭാഗ്യം. ഇല്ലെങ്കിൽ ടീനുവിന്റെ മുമ്പ് ഞാൻ ചമ്മിയാനെ. അല്ല, തെറ്റി പറഞ്ഞാലും ശരിയാണെന്ന് പറഞ്ഞതാ. ഓക്കെ. നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കാരണം ഇച്ചിരി സോൺ ഇൻഫ്ലുവൻസ് വന്നോ എന്നാ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. ഞങ്ങളുടെ ഈ വീട് പണിതിട്ടുള്ള സിമെന്റ് ബ്ലോക്ക് അടക്കം ഉപ്പ് പിടിച്ചിട്ട് അത് തള്ളിപ്പോവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഉപ്പിന്റെ അംശം വളരെ കൂടുതലുമാണ്. അതുപോലെ തന്നെ ഒരു ടൈമില് ചില കാലാവസ്ഥ ഇതിനകത്ത് ചില ടൈമിൽ ഭിത്തിയിൽ ഈർപ്പം എപ്പോഴും വന്ന് നിൽക്കും. ആ ഒരു മഴയുടെ സീസൺ കഴിഞ്ഞ് ആ ഒരു വേനൽ ആരംഭിക്കുന്ന ആ ഒരു ടൈമിൽ. അപ്പൊ അതും കോസ്റ്റൽ ഏരിയ ആയിട്ട് ബന്ധമില്ല. ഓക്കെ. അത് ഉപ്പുമായിട്ടും ബന്ധമില്ല. അത് പണിതതിലുള്ള പ്രശ്നമാണ്. അത് ഇതല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഇന്റീരിയേഴ്സിലോട്ട് വരുമ്പോ ഡോറുകൾക്കും വിൻഡോസിനും കബോർഡ്സിലും കിച്ചണിനും ഒക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം റിയൽ ആണ്. അപ്പൊ ഞാൻ അവിടെ ആദ്യം ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഏറ്റവും ബഡ്ജറ്റ് കുറച്ചിട്ട് ഒരു 850 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് ഒരു കിച്ചണിലൊക്കെ സെറ്റ് ചെയ്യുമ്പോ ഈ പറഞ്ഞ പോലെ ഫെറോ സിമെന്റും അലൂമിനിയവും ആയിട്ട് ഉപയോഗിക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ ഈ ഉപ്പിന്റെ പ്രശ്നം വരുമ്പോ ഇതിനകത്തൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോ അത് ബാധിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോ എന്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ സ്ലാബിൽ എന്താ അപ്പൊ ചെയ്യാൻ പോകുന്നത്? വീടിന്റെ റൂഫ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? അത് കോൺക്രീറ്റിന്റെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പോയില്ലേ? കോൺക്രീറ്റ് എന്ന് പറയുമ്പോ അതിന്റെ ഉള്ളിൽ കമ്പി ഉണ്ടല്ലോ.
ആ കമ്പി അത് വലിക്കില്ലേ? അത് ഉണ്ടാവും. പിന്നെ അത് കവേർഡ് ആണല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിലാണ്. അതെ, ഈ പണ്ട് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരു ഹോട്ടലിൽ പോയി. ആ ഓ ഹോട്ടലിൽ പോയപ്പോ ഞങ്ങൾക്ക് സെർവ് ചെയ്ത ബിരിയാണിയില് ഒരു പാറ്റ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഉം, അപ്പോ ഞങ്ങൾ ഒരുത്തം പറഞ്ഞ ഒരു ഡയലോഗാണ്, അതിന്റെ അകത്ത് ഉം. ഒരു കോഴി ചത്ത് കിടന്നിട്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ല, ഒരു പാറ്റ ചത്ത് കിടക്കുന്നത്. ഐ മീൻ, അതിന്റെ പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അതിന്റെ യൂസ് ചെയ്യുന്ന, അതായത് നിങ്ങളുടെ സ്ട്രക്ചറൽ സേഫ്റ്റി എന്ന് പറയുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം കമ്പിയാണ്. അതെ. ഓക്കെ, ആ ഉം, കമ്പി ഒരു എക്സ്ട്രീംലി കൊറോസീവ് എൻവയൺമെന്റിൽ കോൺക്രീറ്റിന്റെ ഉള്ളിൽ കിടക്കുവാണ്. നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദ്രവിക്കുന്നതോ ഡാമേജ് ആവുന്നതോ കാണുന്നില്ല, പക്ഷെ ഉം, ദ്രവിക്കുന്നുണ്ട്, ഡാമേജ് ആവുന്നുണ്ട്. ഉണ്ട്. ഓക്കെ, ബട്ട് ഓക്കെ. കിച്ചൺ അല്ലെങ്കിൽ അതിന്റെ ആക്സസറീസ് എന്ന് പറയുന്ന സാധനം എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കാണുന്നുണ്ട്. അതെ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഇച്ചിരൂടെ അവെയർ ആണ്, കൺസേൺഡ് ആണ്. അതെ. പക്ഷെ ഇതിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, മേളിൽ നിങ്ങളുടെ എന്താ ഓരോ സെക്കൻഡും കൊറോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റീൽ എന്ന് പറയുന്ന ഒരു വസ്തുത അവിടെ ഉണ്ട്. അതെ. ഓക്കെ, സോ ദി എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത് അതാണ്. ശരിക്കും പറഞ്ഞാൽ ആരും അംഗീകരിക്കാത്ത ഏറ്റവും വലിയ ഉം. ഡേഞ്ചർ അതാണ്. അതെ. അതെ. അപ്പൊ ഞാൻ റോയ്സിന് ഇപ്പൊ വീട് വെക്കാൻ പോവുകയാണെങ്കിൽ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺക്രീറ്റ് റൂഫ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ചിന്തിക്കാതിരിക്കുക. ഓക്കെ. ആ, അപ്പൊ അത് ഗൂഗിൾ ചെയ്യായില്ലേ? നിങ്ങൾ അതെ. ആദ്യം ഒരു കാർപ്പൻട്രിയുടെ സാധനം ചോദിച്ചു വന്നതാണ്, നമ്മള് ഗോൾ പോസ്റ്റേ മാറ്റിക്കളഞ്ഞു. അതെ. അപ്പൊ അത് വീട്ടിൽ ചിന്തിക്കാണ്ടിരിക്കുക. അപ്പച്ചൻ എന്റെ കൽപ്പണിക്കാരനാണ്. അപ്പൊ ഞാൻ അപ്പച്ചനും കൂടി ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ മതിലിലും ഒക്കെ ആയിട്ട് നടത്തി നോക്കിയായിരുന്നു. അപ്പൊ ഈ ഇല്ലല്ലോ, തേക്കുമ്പോഴ സാധാരണ രീതിയിൽ തേക്കാതെ കുറച്ചും കൂടി ഒരു എന്താ നമ്മുടെ ചാന്ത് ഒഴിച്ചൊക്കെ തേക്കാന്ന് പറഞ്ഞ പോലെ മിനുസപ്പെടുത്തി അത് തേച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിലൊന്നും ഉപ്പ് കാര്യമില്ല. പിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഒരു മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. ഇല്ല, അതിനു വേണ്ടി ചെയ്യുന്നത് ഇത് ഇന്നത്തെ മീറ്റിംഗിന്റെ പറഞ്ഞു അല്ല, പക്ഷെ അതിനുവേണ്ടി ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഇൻവേസീവ് എൻവയൺമെന്റ്സിൽ അടിക്കേണ്ട പെയിന്റ് ഉണ്ട്. ആ ഓക്കെ, വില കൂടുതലാണ്, പക്ഷെ അത് ഉം. മാത്രമേ പ്രൊട്ടക്ഷൻ കോട്ടിംഗ് എന്നാ പറയുന്നത്. ആ സാധാരണ പെയിന്റിനെ നമ്മൾ വിളിക്കുന്നത് ഡെക്കറേറ്റീവ് കോട്ടിംഗ് എന്നാണ്. ഓക്കെ. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രൊട്ടക്ഷൻ കോട്ടിംഗ് എന്നാണ്. ഓക്കെ. ഓക്കെ, അപ്പൊ പ്രൊട്ടക്ഷൻ കോട്ടിംഗ് ഉള്ള പെയിന്റുകൾ വേണം യൂസ് ചെയ്യാൻ. അത് മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല, എഗൻസ്റ്റ് ഓർഡർ വരുന്ന സാധനമാണ്. പക്ഷെ അത് അവൈലബിൾ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വരില്ല. വരില്ല. അതാണ് ഞാനത് നമ്മുടെ ഷിപ്പ്യാർഡിലും ആ, ബിൽഡിങ്സിലും എല്ലാം, അതായത് ഗവൺമെന്റ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ഉള്ളിടത്തെല്ലാം ഇത് കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. വരുന്നത്. നമ്മുടെ വീടുകളിലാണ് അതില്ലാത്തത്. അതിപ്പോ പുറത്ത് പോയി ഏഷ്യൻ പെയിന്റ്സിന്റെ സാധനം മേടിച്ചടിക്കുമ്പോഴാണ് പ്രശ്നം. അതെ. അല്ല, ഞങ്ങളുടെ ഇതിനകത്ത് ഫൗണ്ടേഷനും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അറിയാം, താഴത്തോട്ട് അറിയാം. ഒരു 2 അടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഉപ്പ് വെള്ളമാണ്. അതെ, അതെ, അതുകൊണ്ട് അതെ. ഈ പ്ലാൻ ചെയ്യണതും ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്നുള്ള ഒരു മോഡലാണ് ഇപ്പൊ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ മനസ്സിലായി. കണ്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ റോയ്സൺ, ഞാനേ അത് അത് ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ മടിയുള്ളതുകൊണ്ടല്ല, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്റീരിയർ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഓക്കെ. മൈക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് തിരിച്ച് ടീനുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. നമുക്ക് റോയ്സൺ സാർ, നമുക്ക് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ അതിലും പവൻ സാറ് ഹോപ്പ്ഫുള്ളി പവൻ സാറിന്റെ ബിസി സ്കെഡ്യൂളിൽ നിന്ന് ഹി വിൽ ബി ഏബിൾ ടു ടേക്ക് ടൈം ഔട്ട്. സോ അതിലും നമുക്ക് ആക്ച്വലി ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അതിനകത്ത് ടേക്കപ്പ് ചെയ്യാം. ആൻഡ് വി വിൽ ബി കീപ് ഹെൽപ്പിംഗ് യു ഔട്ട് ആൻഡ് അഡ്വൈസിങ് യു ഔട്ട് ത്രൂ ഔട്ട്. So yeah, so next I think we will take last two questions, sir. Will that be okay? Sure. Question ഇപ്പോൾ ഉള്ളത് very interesting ആണ്. Is there any accessories to eliminate gap between doors of sliding wardrobe during closed condition? Wardrobe. അതായത് അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സ്ലൈഡിംഗ് വാർഡ്രോബിന്റെ ഡോർ വന്ന് അടഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം ഗ്യാപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും ഹാർഡ്വെയർസ് ഉണ്ടോ എന്നുള്ളതാണ്. ആൻസർ ഇതാണ്, മര്യാദക്കാ ചെയ്തിരുന്നെങ്കിൽ ആ ഗ്യാപ്പ് വരില്ല. ഓക്കെ, എന്താ സംഭവിച്ചതെന്നുള്ളത് ജനറലി ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക.
MDF 303 710 എന്തോ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഡോർ ഉണ്ടാക്കി. ഈ ഡോറ് മറ്റൊരു ഡോറുമായിട്ട് വന്ന് ജോയിൻ ചെയ്യും. ഡോറല്ല, മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് കയറുവാണ്. അപ്പോൾ ഈ സാധനം വന്ന് അടഞ്ഞു കഴിയുമ്പോൾ പ്രോപ്പർ ആയിട്ട് അത് അടഞ്ഞിരിക്കുന്നില്ല. ദാറ്റ് ഇസ് എ റിയാലിറ്റി. ഇത് കാലം കഴിയും തോറും ഈ ബോർഡ് വളഞ്ഞും പോകും. ഏത് ബോർഡ് വെച്ചാണോ വരുന്നത് ആ ബോർഡ് വളഞ്ഞും പോകും. അതനുസരിച്ച് ഹാർഡ്വെയറിന്റെ പെർഫോമൻസ് മാറും. അപ്പൊ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ സാധനം പ്രോപ്പർ ആയിട്ട് അടയാണ്ട് വരും. അപ്പോ എന്ത് പറ്റുന്ന വെച്ചാൽ ഇപ്പൊ വാർഡ്രോബിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലൈറ്റ് ഇട്ട് കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെൻസർ ഡ്രിവൺ ആയിട്ടാണ് ആ ലൈറ്റ് എങ്കിൽ, ആ ലൈറ്റ് അടഞ്ഞാൽ മാത്രമേ ക്ലോസ് ആവുള്ളൂ, ഓഫ് ആവുള്ളൂ. അപ്പൊ അത് അടയാത്തത് കൊണ്ട് തന്നെ അത് ഓൺ ആയി കിടക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ജാടയ്ക്ക് പറയും ഇത് വളരെ എന്താ പറയാ, നമ്മുടെ ആംബിയൻ ലൈറ്റിംഗ് ആണെന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അങ്ങനെ അതിനുള്ള ഓപ്ഷൻ ആയിട്ട് പറയും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ആൻസർ ഇതാണ്. യൂഷ്വലി ഇത് നല്ല ഹൈറ്റ് ഉള്ള ഡോറൊക്കെ ആണെങ്കിൽ ഇത് അഡ്രസ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു ചെറിയൊരു ഫ്രെയിമിന്റെ ഉള്ളിലായിരിക്കും ഈ സാധനം അടിച്ചിട്ടുണ്ടാവുക. അതായത് ഒരു മെറ്റൽ എഡ്ജ് ഉണ്ടാവും. ഓക്കെ, ആ മെറ്റൽ എഡ്ജിന്റെ പുറകിൽ ഒരു സ്ട്രൈറ്റനിങ് റോഡ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു പരിധി കൂടുതൽ ഹൈറ്റ് ഉള്ള സാധനങ്ങൾ ഒരിക്കലും ലോ എൻഡിലുള്ള ബോർഡുകൾ വെച്ച് ചെയ്യരുത്. അപ്പൊ നേരത്തെ ഇദ്ദേഹം തന്നെ ചോദിച്ച ചോദ്യമാണ് 303 പ്ലൈവുഡ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവുന്നത്. 303 പ്ലൈവുഡ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ലിമിറ്റുകൾ വെച്ച് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അതായത് ആ ബോർഡ് ഒരു ഹൈറ്റിന്റെ എബവ് വന്നു കഴിഞ്ഞാൽ ആ ബോർഡ് വളയാൻ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ആ ഹൈറ്റിന്റെ താഴെയാണ് ആ ബോർഡിന്റെ ഹൈറ്റ് എങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അതല്ലെങ്കിൽ ഒരിക്കലും വളയാത്ത ടൈപ്പ് ബോർഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് വെച്ച് പണിയണം. സോ ഇതിന്റെ ആ ഒരു എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ ബേസിക് സാധനം. ഇത്രയുമേ വെക്കാവുള്ളൂ, ഇതിന്റെ അപ്പുറത്തോട്ട് പോകരുത് എന്നുള്ളത്. ഓക്കെ, സോ ദി ആൻസർ ടു ഹിസ് ക്വസ്റ്റ്യൻ, പ്രോപ്പർലി ചെയ്താൽ അത് വരില്ല. ഇനി ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പയറബിളും ആണ്. അതിന്റെ ആക്സസറീസ് ആണ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അതോ നോർമൽ ആയിട്ടുള്ള ഒരു ആക്സസറീസ് ഉണ്ട്. ഓക്കെ, വേറെ ഇനി ക്വസ്റ്റ്യൻസ് നമ്മുടെ ഹോം ഓണേഴ്സിന്റെ ഇനി എന്തെങ്കിലും ഉണ്ടോ? വി ക്യാൻ ജസ്റ്റ് ടേക്ക് വൺ മോർ ക്വസ്റ്റ്യൻ, അതർവൈസ് വി ക്യാൻ ആക്ച്വലി കൺക്ലൂഡ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദ ഹോം ഓണേഴ്സ്. നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്തതിനകത്ത് നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു ഒരു കോമൺ കൺഫ്യൂഷനും ഇതാണ്. സേ ഇന്റീരിയറിൽ സർ പല ഹോം ഓണേഴ്സിനും അവർക്ക് ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ മനസ്സിലുള്ള ഒരു ഇന്റീരിയർ പറയുമ്പോഴത്തേക്കും ബഡ്ജറ്റ് ഇട്ട് വരുമ്പോഴത്തേക്കും ഒരു 8 ലക്ഷം 10 ലക്ഷം 12 ലക്ഷം ഒക്കെ വരുന്നു. കയ്യിലുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം, റൈറ്റ്? സോ ഇവിടെ what should be a good decision? Should I compromise on like my interior and bring it down to 5 lakhs, or should I do ഞാൻ 5 ലക്ഷത്തിന്റെ എന്താണോ എൻ്റെ മനസ്സിലുള്ള പ്ലാൻ അതുപോലെ തന്നെ വെക്കുക. 5 ലക്ഷത്തിന് എന്തൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു തീർക്കുക. പിന്നെ പൈസ ഉണ്ടാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള 8 ലക്ഷമാണ് ടോട്ടൽ ബഡ്ജറ്റ് എങ്കിൽ ബാക്കി 3 ലക്ഷത്തിന്റെ വർക്ക് പിന്നെ ചെയ്യുക. എന്റെ പ്ലാൻ അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണോ, അതോ എന്റെ പ്ലാൻ കോംപ്രമൈസ് ചെയ്തിട്ട് 5 ലക്ഷത്തിലെ വർക്ക് തീർക്കുക? വിച്ച് ഇസ് ലൈക്ക് എ ഗുഡ് ഡെസിഷൻ? SBI ലോൺ എടുക്കുക. അപ്പൊ 8 വർഷം ആവും. ഓക്കെ, അതിന്റെ ആൻസർ ഇതാണ്. ഇന്ന് പണ്ടത്തെ പോലെയല്ല ഇന്റീരിയേഴ്സിനെ നമ്മൾ കുറേയും വിളിക്കുന്ന വാക്കെന്ന് പറയുന്നത് മോഡുലാർ ഫർണിച്ചർ എന്നാണ്. ഓക്കെ, എന്താണ് ഈ മോഡുലാർ ഫർണിച്ചർ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? വൈ ഇസ് ഇറ്റ് കോൾഡ് മോഡുലാർ ഫർണിച്ചർ? മോഡുലാർ ഫർണിച്ചർ എന്ന് പറയുന്നത് ബിക്കോസ് ബേസിക്കലി ഇറ്റ് കംസ് ഇൻ മോഡ്യൂൾസ്. ഓക്കെ, അതായത് ഒരു മോഡ്യൂൾ എടുത്ത് നമുക്ക് ഒരു സാധനത്തിൽ നിന്ന് മറ്റൊരു സാധനത്തിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. ഓക്കെ, പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒരു അലമാരി പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശാരി പുറത്തിരുന്ന് പണിത് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ 10 മിനിറ്റും കൂടെ എന്ന് പറഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് അങ്ങനെയല്ല. മെഷർമെന്റ് എടുത്തു പോയാൽ 4ാമത്തെ ദിവസം ആ വാർഡ്രോബോ എന്ത് സാധനമാണെങ്കിലും അവിടെ വരും. ഓക്കെ, ആൻഡ് ഡ്രില്ലിംഗ് മാത്രമേ ഉള്ളൂ.
വാളിലേക്ക് ഡ്രിൽ ചെയ്യണു, സാധനം പിടിപ്പിക്കുന്നു. സാധനം പിടിപ്പിച്ചു കഴിഞ്ഞ് ഇവര് ശരിക്കും പറഞ്ഞാൽ അടിച്ചു വാരി തൂത്ത് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഇന്നുള്ളത്. ഓക്കെ, ഒരു ക്ലീനിങ് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻകൺവീനിയൻസ് ടു ദി എൻഡ് യൂസർ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നില്ലാണ്. ഓക്കെ, ആഞ്ജനേയൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ ഇതാണ്. ഞാനൊരു ഇന്റീരിയർ കോൺട്രാക്ടർ എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ഒരു വീട് പലർക്കും വെച്ചു കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ പറയുകയാണെങ്കിൽ, ഒരിക്കലും ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒരു വീട് പണിയുന്ന ഒരു വേളയില് ആഞ്ജനേയനും എടുക്കാൻ പറ്റില്ല. ആഞ്ജനേയൻ മാരീഡ് ആണെങ്കിൽ ആഞ്ജനേയന്റെ വൈഫ് എടുക്കാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, സോ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെക്കുറിച്ച് വളരെ നിസ്സാരമല്ലേ, നമുക്ക് നാളെ അതുകൊണ്ടേ വെച്ചാൽ പോലെ എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരിക്കലും ലോജിക്കൽ അല്ല. ഇറ്റ് വിൽ ഓൾവേസ് ബി ഇമോഷണൽ. നമ്മൾ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാകാണ്ട് കയറുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോ വിട്ട് കഴിഞ്ഞ് ഇനി ഒരിക്കലും അത് ചെയ്ത് തീർക്കത്തില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. ഓക്കെ, അപ്പോ അങ്ങനെ വരുന്ന ഒരു 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 സിറ്റുവേഷനാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിൽ ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ ചോദ്യത്തിന്റെ ആൻസർ ഇറ്റ് ക്യാൻ ഓൾവേസ് ബി ഡൺ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു വീട്ടിൽ 3 ബെഡ്റൂം ഉണ്ട്. ഓക്കെ, കിച്ചൺ അൺഅവോയ്ഡബിൾ ആണ്. കിച്ചൺ നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ചെയ്തേ പറ്റും. ഓക്കെ, പക്ഷെ വാർഡ്രോബ് ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് 3 ബെഡ്റൂമിനും ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ബെഡ്റൂം മാത്രം മതി. മറ്റ് 2 ബെഡ്റൂമിലും പുറകെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പുറകെ വന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഏറ്റവും കൂടിപ്പോയാൽ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി വരുന്ന 1-2 ദിവസത്തെ ഇൻകൺവീനിയൻസ്. ഓക്കെ, പക്ഷെ വാർഡ്രോബ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ യൂഷ്വലി ഒരു ദിവസമേ ആവശ്യമുള്ളൂ. ഓക്കെ, കാരണം ഇതെല്ലാം കട്ട് ചെയ്ത് കൃത്യം നമ്പർ ആയിട്ട് ബാർകോഡ് ഒട്ടിച്ചാണ് ഇന്ന് വരുന്നത്. അപ്പൊ ആ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ബാർകോഡ് റീഡ് ചെയ്യുക, സാധനം അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് പ്യുവർലി ആൻ അസംബ്ലിങ്. നമ്മളൊരു ഓഫീസിലേക്ക് ഒരു ചെയർ വന്നാൽ എങ്ങനെയാണ്, ചെയറിന്റെ ബാക്ക് സപ്പോർട്ടും വീലും 2 അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അവര് വരുന്നു, ഫിക്സ് ചെയ്യുന്നു, പോകുന്നു. സിമിലർലി ആണ് ഇന്ന് വാർഡ്രോബ്സും എല്ലാം. ആൻസറിൽ ഞാൻ പറയുകയാണെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം കിച്ചൺ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രയോറിറ്റി. അതിലൊരു രീതിയിൽ ഒരു കുറവ് വരരുത്. രണ്ടാമത്തത് വാർഡ്രോബ്. ഓക്കെ, മൂന്നാമത്തത് TV യൂണിറ്റ്. ഓക്കെ, നാലാമത്തത് ബെഡ്. ചിലർക്ക് അത് ആദ്യം ബെഡായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ ഇതിലെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ബെഡിന് ഇന്റീരിയർകാരൻ വരണമെന്നില്ല. നിങ്ങൾക്കൊരു റെഡിമെയ്ഡ് ആയിട്ടാണെങ്കിലും മേടിക്കാം. പക്ഷെ അവിടെ ഒരു ചോദ്യം, റെഡിമെയ്ഡ് ആയിട്ട് മേടിച്ചാൽ മതിയോ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോരാന്നേ പറയുള്ളൂ. കാരണം ആ ഒരു ഓവറോൾ തീമിലോട്ട് മാച്ച് ചെയ്തൊരു ഒരു ഡിസൈൻ എത്തിക്കാനൊക്കെ, അതും ബഡ്ജറ്റ് വലിയ വ്യത്യാസം ഇല്ലാണ്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ യൂട്ടിലിറ്റിയിൽ നിങ്ങൾക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും അതിന്റെ കോസ്റ്റ് ഫ്ലോ ചെയ്യാം. പക്ഷെ ഇത് വീടുകളിൽ പറ്റില്ല. ഇന്റീരിയർ അല്ല, നോർമൽ വീടിന്റെ പണി വരുമ്പോൾ അത് പറ്റില്ല. നിങ്ങൾക്ക് കിച്ചൺ പിന്നെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഭിത്തി നമുക്ക് അന്ന് കെട്ടിയില്ലെങ്കിൽ കെട്ടാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് പ്ലംബിംഗ് പിന്നെ ചെയ്താൽ മതിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ആ വീട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക്കലോ പ്ലംബിങ്ങോ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല, അത് അപ്പൊ തന്നെ ചെയ്തു വെക്കണം, അല്ലെ? ഇന്റീരിയർ മാത്രം നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ വേണ്ട, നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് പയ്യെ മുന്നോട്ട് വരാം എന്നുള്ളത്. ഓക്കെ, റൈറ്റ് സർ, ക്ലിയർ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഡൺ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കഴിഞ്ഞല്ലോ. ഇപ്പൊ ആഞ്ജനേയൻ വീട് വെച്ചിട്ടുണ്ടോ? വെച്ചു സാർ. ഒരു 6 വർഷം മുമ്പേ ആ ഒരു നടുവടിയിൽ കഴിഞ്ഞതാണ്. കഷ്ടം. ഇന്റീരിയർ ഒക്കെ ഉണ്ടെങ്കിൽ പറയണോട്ടോ, ചെയ്തു തരാട്ടോ. സാറ് പറഞ്ഞതുപോലെ പൊണ്ടാട്ടി സമ്മതിച്ചില്ല. ഇല്ലാതെ പാല് കാച്ചില്ലെന്നാ പറഞ്ഞത്. സോ കടമെടുത്ത് തന്നെ ചെയ്യേണ്ടി വന്നു. അതാണ് ആ ചോദ്യത്തിന്റെ ആൻസർ വന്നപ്പോ ഒന്ന് ചിരിച്ചത്. തീർച്ചയായിട്ടും അന്ന് നടന്നത് സാർ എങ്ങനെ മനസ്സിലാക്കിയെന്നാ. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇൻ കേസ് which do you think is better, sir, an assembled wardrobe or one done on site? Advantages and disadvantages. Assembled ആണോ സൈറ്റിൽ ചെയ്യുന്നതാണോ എന്നുള്ളത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുത്തിട്ട് മേ ബി we can actually wrap up, sir. Sure. Okay, interesting question at very many different levels. അതെ,
ഈ ചോദ്യത്തിന്റെ ആൻസർ പല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾ വാടകക്കാരനാണെങ്കിൽ ഏതാണ് നല്ലതെന്ന് തൊട്ട് നമുക്ക് ആലോചിച്ച് തുടങ്ങാം. പക്ഷെ നിങ്ങൾ പെർമനന്റ് വീടാണ് വെക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പെർമനന്റ് വീട്ടിലാണെങ്കിൽ 100% നിങ്ങളുടെ സൈറ്റ് കണ്ടീഷന് വേണ്ടിയിട്ട് മെഷർ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമേ നിങ്ങൾ ഉണ്ടാക്കാവുള്ളൂ. അതൊരു ഒരു പുറത്തുനിന്ന് പോയൊരു വാർഡ്രോബ് മേടിച്ചിട്ട് വരരുത്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ വീട്ടിലേക്ക് സോഫ പോലും മേടിച്ചിട്ട് വരരുത്. ഓക്കെ, ഇത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പക്ഷെ വാർഡ്രോബ് എസ്പെഷ്യലി ആ സ്പേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ, റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാവുന്നതിലും ചീപ്പറായിട്ട് നമുക്ക് മേടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ, എന്ത് അഡ്വാൻറ്റേജ് ആണ് നമുക്ക് റെഡിമെയ്ഡ് മേടിച്ചാൽ കിട്ടുന്നത്? ഇതേ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ വേർഡ് വാർഡ്രോബ് മാറ്റി കബോർഡ് ആക്കി കഴിഞ്ഞാൽ ഐ എഗ്രി. ചില കേസിൽ ഇപ്പൊ സേ നമുക്കൊരു ക്രോക്കറി യൂണിറ്റ് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ സൈഡിൽ വെക്കണം. ഓക്കെ, അത് നമ്മളൊരു ഏതെങ്കിലും ഒരു കടയിലോ ഹോം സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർണിച്ചർ ഇത് പോയപ്പോ നല്ല വിലക്കോ ഡിസ്കൗണ്ടിലൊക്കെ ഒരു നല്ല സാധനം കണ്ടു, മേടിച്ചു വെക്കുന്നതിന് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. പക്ഷെ അത് വാർഡ്രോബ് അല്ല, അത് കബോർഡാണ്. വാർഡ്രോബിന്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് മാത്രമല്ല. ഓക്കെ, അപ്പൊ ഈ വാർഡ്രോബ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ എല്ലാ സാധനവും വെക്കുന്നു എന്നുള്ളത് മാത്രമല്ല. ചില ഓപ്പൺ വാർഡ്രോബ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ചില വാർഡ്രോബ്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ 40 ലക്ഷം രൂപയുടെ കിച്ചൺ ചെയ്ത ആ വീട്ടിലൊരു ഓപ്പൺ വാർഡ്രോബ് ഉണ്ട്. ആ ഓപ്പൺ വാർഡ്രോബിന് നമ്മൾ ക്ലയന്റിനെ ഇൻവോയ്സ് ചെയ്തത് 16 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ ആ വീടിന്റെ അകത്തോട്ട് നമ്മൾ കയറി, അതായത് വാർഡ്രോബിന്റെ അകത്തോട്ട് കയറി നിന്ന് ഡ്രസ്സ് മാറി ഇറങ്ങി വരാവുന്ന ഒരു വാർഡ്രോബാണ്. ഓക്കെ, അപ്പം ഞാൻ എന്റെ വൈഫിനെ അവിടെ കൊണ്ടുപോയപ്പോ പുള്ളിക്കാരി പറഞ്ഞത്, ആഹാ, ഷൂസ് വെച്ച് ഷൂസിൽ കയറി നിന്ന് സാരി മാറി ഇറങ്ങി വരാൻ പറ്റിയ സാധനം എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ എന്ത് തന്നെയാണെങ്കിലും ഡയമെൻഷൻസ് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വാടകയ്ക്കല്ല താമസിക്കുന്നതെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അത് പെർമനന്റ് സാധനം മേടിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതാണ് എന്റെ ആൻസർ. അതിൽ ഒരു മാറ്റമില്ല. ഇനി ഞാൻ ഇതിന്റെ ഏത് എക്സ്ട്രീം വരെ പോകുന്നു എന്നുള്ളതും കൂടെ പറയാം. ഞാൻ ഇപ്പൊ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. എന്റെ സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഞാൻ പണിയുന്ന വീടിന്റെ തൊട്ടടുത്ത് വാടകയ്ക്ക് ഒരു വീട്, ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ വാർഡ്രോബ് ഞാൻ പണിയിച്ചായിട്ടിരിക്കുന്നത്. കാരണം ഈ വീട് പണി തീരാൻ 3-4 കൊല്ലം സമയം എടുക്കും. ആ 3-4 കൊല്ലത്തിലേക്ക് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് എന്റെ ഹോം ഓണറിനുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഈ 42,000-45,000 രൂപയ്ക്ക് ഞാനൊരു വാർഡ്രോബ് പണിയിച്ചിട്ടു. കാരണം ഞാൻ ആലോചിച്ച ലോജിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്കിവിടെ വാർഡ്രോബ് ഇല്ല. ഞാനൊരു വാർഡ്രോബ് റെഡിമെയ്ഡ് മേടിക്കാൻ എനിക്ക് 40,000 രൂപയുണ്ട്. 42,000 രൂപയ്ക്ക് ഞാൻ മേടിച്ച് എന്റെ ഒരു സാധനം പണിയിച്ചിട്ടാൽ എനിക്ക് വേണ്ട രീതിയിൽ ആ സാധനം പണിത് വരാലോ. ഓക്കെ, എനിക്ക് എന്റെ മാസ്റ്റർ ബെഡ്റൂമിന്റെ വാർഡ്രോബ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 4 ഔട്ട് ഓഫ് 5 സ്പേസും എന്റെ വൈഫിന്റെ സാധനങ്ങളാണ്. ആഞ്ജനേയന്റെ വൈഫും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, അല്ലെ? അപ്പൊ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് അതിനപ്പൊ ആകെ നമ്മൾ നോക്കുന്നത് എന്താ, പുള്ളിക്കാരിയുടെ സാരി നോക്കുന്ന എന്തോ ഒരു സ്ഥലം, ഡ്രസ്സ് ഓരോന്ന് എത്ര, എനിക്ക് ആകെ വേണ്ടി എന്റെ ഏതോ ഒരു ഷർട്ട് ബ്ലാക്ക് കളർ എവിടെയോ കിടപ്പുണ്ട്, അത് വെക്കാനുള്ള ഒരു സ്ഥലം, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് റെഡിമെയ്ഡിലേക്ക് പോകുന്നത്? എന്നിട്ട് നമ്മൾ സൗകര്യം കുറഞ്ഞ് താമസിക്കുന്നതിന്റെ പർപ്പസ് എന്താ? സോ ഓൺലി അഡ്വാൻറ്റേജസ്, നോ ഡിസ്അഡ്വാൻറ്റേജസ്. അഴിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഷുവർ. ഓക്കെ സർ, അപ്പം ഐ തിങ്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഓൾമോസ്റ്റ് ഡൺ ആണ്. ജസ്റ്റ് ഒരു കൺക്ലൂഷൻ നോട്ടിന് ഐ എം ജസ്റ്റ് ഇൻവൈറ്റിംഗ് അവർ സപ്ലൈ ഹെഡ് ജോസ് ഫ്രാൻസിസ്. ജസ്റ്റ് ഒരു കൺക്ലൂഷൻ നോട്ടിൽ വി ക്യാൻ ആക്ച്വലി റാപ്പ് അപ്പ് ദ സെഷൻ. ജോസ്. Hi everyone. First of all, that was an amazing session. എൻ്റെ പേര് ജോസ്. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ സപ്ലൈ ടീമിൽ വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് തന്നെ ഈ മീറ്റിംഗിലായിരിക്കാൻ തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ കർത്തവ്യം ഇന്ന് നന്ദി പറയുക എന്നാണ്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കാതെ തന്നെ അതിലേക്ക് കിടക്കുവാണ്. ആദ്യമായിട്ട് പ്രത്യേകം നന്ദി പറയാനുള്ളത് പവൻരാജ് സാറിനോടാണ്. കാര്യം അദ്ദേഹം, ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. കാര്യം അദ്ദേഹത്തെ നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസർ ആയിട്ടും എഡ്യൂക്കേറ്റർ ആയിട്ടും എഴുത്തുകാരനായിട്ടും അറിയാം. ഈ ഫീൽഡിലുള്ള അദ്ദേഹത്തിന്റെ വർക്ക് വളരെ നോട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി എന്ന നിലയിലും
അദ്ദേഹം നമ്മളോട് കൂടി ഇന്ന് ആയിരുന്ന ഈ സമയത്ത് അദ്ദേഹം പങ്കുവച്ച ആശയങ്ങളും അനുഭവങ്ങളും നമ്മളെ തന്നെ പല മിസ്കോൺസെപ്ഷൻസും അതുപോലെ തന്നെ നമുക്ക് വളരെയേറെ മൂല്യം പകർന്നു നൽകിയ ഒരു സെഷൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോ സാറിന് ഇവിടെ വന്നതിനും നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിനും മെറ്റീരിയലിനെ കുറിച്ചും ബ്രാൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ കോസ്റ്റിംഗ് വെൻഡേഴ്സിനെ കുറിച്ചും വളരെ ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ ഒരു കമ്പയറബിൾ ബേസിസിൽ എടുത്ത് പല രീതിയിലുള്ള ആശയങ്ങൾ പങ്കുവച്ചതിനും ഞാൻ വളരെയേറെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഇനി അടുത്തതായിട്ട് എനിക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളത് നിങ്ങൾ പാർട്ടിസിപ്പൻസിനോടാണ്. പോളോയുടെ മെയിൻ നെടുന്തൂൺ എന്ന് പറയുന്നത് എന്നും ഹോം ഓണേഴ്സ് ആണ്, വീട്ടുടമസ്ഥരാണ്. നിങ്ങൾ ഇന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള ജെന്യുവൻ ആയിട്ടുള്ള സംശയങ്ങൾ ഇവിടെ പങ്കുവച്ചപ്പോൾ അത് ഈ മൊത്തം പരിപാടിയുടെ തന്നെ ഈ മൊത്തം പ്രോഗ്രാമിന്റെ തന്നെ മൂല്യം ഉയർത്താൻ വളരെയേറെ സഹായിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലർക്കും നല്ല രീതിയിലുള്ള ആശയങ്ങൾ ഷെയർ ചെയ്ത് കിട്ടാനുള്ള അവസരമായിട്ട് ഇത് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നതിലും നിങ്ങളുടെ വിലപ്പെട്ട സമയം നമുക്ക് ഒരുമിച്ച് പങ്കിടാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. നിങ്ങളോട് എല്ലാവരോടും ഞാൻ സ്നേഹം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. മൂന്നാമത് എനിക്ക് നന്ദി പറയാനുള്ള കോളോയുടെ ടീമിനോടാണ്, ഓർഗനൈസിംഗ് ടീം. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഇതിൽ പലരെയും നിങ്ങൾക്ക് അറിയായിരിക്കും. ഹസ്ന, ലാവണ്യ, ടീനു, ആഞ്ജനേയൻ, സ്റ്റെബിൻ, നിങ്ങൾ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അവരാണ് ഇന്ന് ഈ കാണുന്ന ഈ മീറ്റിംഗ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഓർഗനൈസ് ചെയ്യാനും അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങൾ ചെയ്യുകയും ഇതിനെ ഇത്രയും സക്സസ് ആക്കി മാറ്റാൻ സഹായിച്ചതും. അതുകൊണ്ട് കോളോയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ വളരെയേറെ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. സീ യു. Thanks a lot, sir. We can wrap up.